എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അടുത്ത നാമം 26ാമത്തെ നാമം കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര. വീടിക എന്ന് പറഞ്ഞാൽ വെറ്റില, ആമോദം എന്ന് പറഞ്ഞാൽ സുഗന്ധം, സമാകർഷ ആകർഷിക്കുന്നത്, ദിഗന്ധരം എന്ന് പറഞ്ഞാൽ ദിക്കുകൾക്കിടയിലെ ലോകം, ദിക്കുകൾക്കിടയിലെ സമസ്ത ജീവജാലങ്ങളെയും ആകർഷിക്കുന്ന കർപ്പൂര താമ്പൂല സുഗന്ധത്തോട് കൂടിയവൾ. കർപ്പൂര താമ്പൂലം എന്ന് പറഞ്ഞാൽ എന്താ? അന്തരീക്ഷത്തിന് രജോ ഗുണഭാവം ഉണ്ടാക്കുന്നു അല്ലെ? ആ ഒരു പരസ്പര ആകർഷണം, അത് അമ്മയുടെ സാന്നിധ്യമാണ് എന്നറിയാം. നമുക്ക് ഈ ആകർഷണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ആ അമ്മയുടെ സുഗന്ധം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ കർപ്പൂര വീടിക ഒരു താമ്പൂല വിശേഷമാണ്. അതിന്റെ സുഗന്ധം കൊണ്ട് സർവ്വ ദിക്കുകളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൾ, തന്റെ ആ ഒരു രശ്മി സമൂഹത്തോടൊപ്പം സുഗന്ധവും പരത്തുന്നവൾ എന്നർത്ഥം. വീടിക എന്ന് പറഞ്ഞാല് പച്ചക്കർപ്പൂരം, ഏലം, കരയാമ്പൂ, അതായത് ലവംഗം, കസ്തൂരി, കുങ്കുമപ്പൂവ്, ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, വാൽമുളക് എന്ന ലാംഗല്യം, ചുക്ക്, ചുണ്ണാമ്പ്, ഖതിര സാരം ഇവയെല്ലാം അതാത് അളവിൽ വെറ്റിലയിൽ വെച്ച് ചവയ്ക്കുന്നതാണ് താമ്പൂലം. ഇതിന്റെ നിറം, സുഗന്ധം രണ്ടും ദേവിയുടെ മുഖത്തോട് ആകർഷിക്കുന്നു എന്നർത്ഥം. ദേവിയുടെ ഈ താമ്പൂല രസത്താലാണ് നമുക്കറിയാം കാളിദാസൻ കവിയായത് അല്ലെ? അഷ്ടദിക്പാലകര് ആ ഒരു സ്തുതിക്കുന്നത്, കാറ്റിനോടത്ത് ലോകമെങ്ങും ഈ സുഗന്ധം വരുത്തുന്നത് എല്ലാം അമ്മയുടെ ഈ താമ്പൂലത്തിന്റെ. കാളമേഘം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ അതിപ്രശസ്തനായിരിക്കുന്ന വരദൻ, അദ്ദേഹം അനേക കവിതകൾ ദേവിയെ കുറിച്ച് എഴുതിയത് ഈ താമ്പൂലത്തിന്റെ ഒരു പൊട്ട് അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണ്. ഈ താമ്പൂലം വളരെ വിശേഷമാണ്. അമ്മ താമ്പൂല പ്രിയയാണ് അല്ലെ? നമ്മൾ പൂജകൾ കഴിഞ്ഞ് ഷോഡശോപചാരം, പഞ്ചോപചാരം കഴിഞ്ഞിട്ട് നമ്മൾ 16 ഉപചാരങ്ങൾ കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് കർപ്പൂര വീടിക കൊടുക്കണം. അപ്പൊ കർപ്പൂര വീടികയുടെ ആമോദത്താൽ ദിക്കുകളെ സമ്യക്കായിട്ട് ആകർഷിക്കുന്നവളെന്ന് നമ്മൾ പറയണു. അപ്പൊ കർപ്പൂര വീടിക എന്നത് വെറ്റിലയില് ഈ പറഞ്ഞ 16 വസ്തുക്കൾ വെച്ചുണ്ടാക്കുന്ന താമ്പൂലം. താമ്പൂലം എന്ന് പറഞ്ഞാല് മംഗളദായകം എന്നാണ് അർത്ഥം അല്ലെ? പറയിപെറ്റ പന്തീരകുലത്തിന്റെ അധിപതിയായിരിക്കുന്ന വരരുചി തന്റെ പത്നിയായിരിക്കുന്ന പഞ്ചമി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മൂന്ന് പേരെ തിന്നണം എന്ന ഒരു പ്രശസ്തമായ വാക്യം ഇതിനോട് അനുബന്ധമാണ്. അതായത് വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ് ഈ 3 ദേവതമാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വെറ്റിലയ്ക്ക് ആമോദജനനി എന്നൊരു പേരുണ്ട്. ഈ നാമത്തെ പറ്റി കൂടുതൽ പിന്നെയും നോക്കിയാല് ദേവിക്ക് സുഗന്ധദ്രവ്യങ്ങൾ ചേർന്ന താമ്പൂലം വളരെ ഇഷ്ടമാണ്. ഇത് സമർപ്പിച്ച് ആരാധിക്കുന്ന ഭക്തരില് അമ്മയുടെ ശ്രദ്ധ പതിയുമെന്നും ദേവി അനുഗ്രഹം ഉണ്ടാകുമെന്നും പറയുന്നു. അപ്പൊ ഭക്തിക്കും അനുഗ്രഹത്തിനും മാനദണ്ഡങ്ങളോ ദേശഭേദങ്ങളോ ജാതിമത ഭേദങ്ങളോ ഒന്നുമില്ല. കൂടാതെ ആ ഒരു ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് ആവിർഭൂതയായ ദേവി കയ്യിൽ താമ്പൂലം ഉണ്ടായിരുന്നുവെന്നും അതിന്റെ സുഗന്ധത്താല് സമസ്ത ലോകവും ആകർഷിക്കപ്പെട്ടുവെന്നും അനുമാനിക്കണം. ഇപ്പൊ കർപ്പൂര തുളസി പോലെ ആ ഒരു നിയന്ത്രിതമായി മണം എപ്പോഴും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അർത്ഥം. ഇപ്പൊ മണ്ണിൽ നിന്നാലും പറിച്ചെടുത്താലും ഉപകാരപ്രദമാണ് തുളസി. ഇപ്പൊ മണ്ണിൽ നിൽക്കുമ്പോൾ താൻ നിൽക്കുന്ന അന്തരീക്ഷത്തെ പ്രഭാവിതമാക്കുന്ന തുളസി പറിച്ചെടുത്താൽ പിന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന്റെ മണം അത് ഏകാഗ്രത വർദ്ധിപ്പിക്കണു. അതുപോലെ തന്നെ കഴിച്ചാൽ ദഹന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥയൊക്കെ അത് വളരെ സഹായിക്കുമെന്ന് ആയുർവേദം പറയണു. അത്തരം ഒരു സസ്യം മനുഷ്യന്റെ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ആകണം, ആത്മജ്ഞാനം സ്വായത്തമാക്കിയ മനുഷ്യൻ കർപ്പൂര തുളസിയെ പോലെയാണ് എന്ന് പറയുന്നു. ഇതില് എന്താ പറയാ, ഏറ്റവും ഇമ്പമായ കർപ്പൂര വീടി പോലെ എല്ലാവരെയും ആകർഷിച്ചു നിർത്തുന്നത് എന്നൊരു അർത്ഥം ദേവിക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ആത്മജ്ഞാനത്തിന് മാത്രമേ ചുറ്റുമുള്ളവരെ ആകർഷിക്കാൻ സാധിക്കൂ. ലളിതാ സഹസ്രനാമത്തിൽ അനേകം ചെടികള്, പുഷ്പങ്ങള്, ജന്തുജാലങ്ങള്, നദികളൊക്കെ ദേവിയുടെ വിഭൂതികളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ വിശ്വപ്രകൃതിയില് എല്ലാം തന്നെ മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തിന് ആവശ്യമാണ്. അപ്പൊ ദേവിയുടെ ആ ഒരു കർപ്പൂര വീടിക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അതായത് സുഗന്ധത്തെ കൊടുക്കുന്നു, ജ്ഞാനത്തെ കാണിക്കുന്നു. അമ്മയുടെ ആ കർപ്പൂര വീടികയുടെ ചാറ് ഒരു തുള്ളി കിട്ടുന്ന എല്ലാവരും തന്നെ ജ്ഞാനികളായിട്ട് തീരുന്നു എന്നർത്ഥം. അടുത്ത നാമം നിജ സല്ലാഭ മാധുര്യ വിനിർഭത്സിത കശ്യപി.
അപ്പൊ കശ്യപി എന്ന ഒരു വീണ, അല്ലെ, നിജ എന്ന് പറഞ്ഞ ആ ഒരു തന്റെ സല്ലാപ മാധുര്യം, സംഭാഷണ മാധുര്യം, വിനിർഭത്സിതം എന്ന് പറഞ്ഞാൽ കടത്തി വെട്ടുന്ന, കശ്യപി എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ വീണ. കാരണം ആ ഒരു കശ്യപി എന്ന് പറയുന്ന വീണയ്ക്ക് മുകളിലെ നാദം, അല്ലെ, എന്താണത്? ഓം എന്നുള്ളതാണ് അതിന് മുകളിൽ. പിന്നെ എന്താ? നിശബ്ദദേശം. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഈ ഒരു ഓംകാരത്തിൽ നിന്നാണ്, പ്രണവത്തിൽ നിന്നാണ് എല്ലാ എന്താ പറയുക ശബ്ദങ്ങളും പുറപ്പെടുന്നത്, എല്ലാ നാമരൂപങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ കശ്യപി എന്ന് പറയുന്ന സരസ്വതി ദേവിയുടെ വീണ, അതിന്റെ ശബ്ദത്തെ അതിക്രമിക്കുന്ന സംഭാഷണ മാധുര്യമാർന്നവൾ. ഇത് യോഗികളുടെ അനുഭവമാണ്, അല്ലെ? യോഗികളുടെ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. കാരണം ഇത് സാധാരണക്കാർക്ക് നാദത്തിന്റെ പല തലങ്ങളും കടന്നു പോകാൻ സാധ്യമല്ല. യോഗികള് തന്റെ ധ്യാനാവസ്ഥയിൽ ആ ഒരു സരസ്വതി ദേവിയുടെ വീണയായിരിക്കുന്ന കശ്യപി, അതിനു മുകളിലാണ് ദേവിയുടെ ശബ്ദം എന്ന് പറയുന്നു. അപ്പൊ ദേവിയുടെ മധുരമായിരിക്കുന്ന സല്ലാപം കശ്യപി വീണയുടെ നാദത്തെ തോപ്പിക്കുന്നതാണ്. ദേവിയുടെ ഗായത്രി വീണ ഈശ്വര നിർമ്മിതമാണ്, ദാരുവീണ മനുഷ്യ നിർമ്മിതമാണ്. ദേവി വാഗ്വിലാസവും സംഗീതവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നർത്ഥം. ദേവിയുടെ ഗായത്രി വീണ സംസ്കൃതവും അക്ഷര സാഹിത്യത്താൽ മികച്ചതുമാണ്. അപ്പൊ നിജമായിരിക്കുന്ന സല്ലാപ മാധുരി, ആ ഒരു മാധുരി കൊണ്ട് വിനിർഭത്സിത കശ്യപി, അതായത് സഹജമായിരിക്കുന്ന സല്ലാപ മാധുര്യം കൊണ്ട് കശ്യപി വീണയെ പോലും നാണിപ്പിക്കുന്നവൾ എന്നും, മധുരമായ സല്ലാപം, ആ സല്ലാപത്തെ ആ അമ്മയുടെ സഹജതയെ, ആ ഒരു സഹജമായിരിക്കുന്ന എന്താ പറയാ ആ ഒരു ശബ്ദം എല്ലാ ശബ്ദങ്ങളെയും നാണിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. കശ്യപി വീണ എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ് വീണയുമായിട്ട് നമ്മൾ കാണാറുള്ളത്, അല്ലെ? നാദത്തിന്റെ ഉറവിടം. അപ്പൊ വീണ എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ കയ്യിലാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോ അതാണ് കശ്യപി. ആ വീണാനാദത്തെ നാണിപ്പിക്കുന്ന ഭാഷണ മധുരിമയാണ് ദേവിക്കെന്നർത്ഥം. ഇപ്പൊ ലളിതാ ത്രിപുര സുന്ദരിയുടെ ശബ്ദം അല്ലെങ്കിൽ അമ്മയുടെ ഭാഷണം ഈ കശ്യപി എന്ന് പറയുന്ന വീണ പോലും, വീണാനാദത്തെ പോലും തോൽപ്പിക്കണു. അപ്പൊ ജ്ഞാനത്തിലൂന്നി സംസാരിക്കുന്ന ആളാണ് എന്നർത്ഥം, അല്ലെ? അപ്പൊ ദേവി സരസ്വതിയെ തന്നെ നമ്മള് ആ ഒരു ജ്ഞാനത്തിന്റെ ആ ഒരു ഇതായിട്ടാണ് ഗാനത്തിന്റെ മുദ്രയായിട്ടാണ് കാണുന്നത്, അല്ലെ? അപ്പോ സരസ്വതി ദേവിയുടെ ജ്ഞാനമാണ് കയ്യിലെ വീണ എന്ന് പറയുന്നത്. ഇതിന് ആമയുടെ ആ ഒരു നാമവുമായിട്ട് അർത്ഥം വരാൻ കാരണം തന്റെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഉള്ളിലാക്കി ആ ഒരു കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി ആമയായതുകൊണ്ടാണ്. അപ്പൊ ആമയുടെ പുറന്തോട് പ്രാണനും അവയവങ്ങൾ ശരീരവുമാണ്. അപ്പൊ സദാ പ്രാണനിൽ ശ്രദ്ധയൂന്നി ചുറ്റുപാടുകളിൽ ഒന്നും ഉലയാത്ത ജ്ഞാന സമ്പാദനത്തിലും ജ്ഞാനവർഷണത്തിലും മാത്രം വ്യാപൃതയാണ് സരസ്വതി ദേവി എന്നർത്ഥം. അതിന്റെ പ്രതീകമാണ് വീണ. അപ്പൊ അങ്ങനെയുള്ള കശ്യപി എന്ന് പറയുന്ന വീണയെപ്പോലും വിനിർഭസ്ഥിതമാക്കുകയാണ് ആ ഒരു വിശേഷണങ്ങൾക്ക്. നിർഭസ്ഥിതം എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക, അതിന് ഉയരത്തിലുള്ളത് എന്നർത്ഥം. അപ്പൊ നിന്ദിക്കുക എന്ന് പറയുന്ന ഒരു വിശേഷണം നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? താത്വികമായിട്ട് അർത്ഥം എടുക്കുമ്പോൾ തന്നെ പ്രാണനില് ശരീരത്തെ ലയിപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ ലൗകികതയിൽ നിന്ന് ഉൾവലിയുക എന്ന തത്വമാണ് വരുന്നത്. അങ്ങനെ സരസ്വതി ദേവി വിദ്യാദാതാവാണ്, അല്ലെ? ഭൗതികതയിൽ ശ്രദ്ധിക്കാതെ ജ്ഞാനത്തിൽ ഊന്നുന്നത് കൊണ്ടാണ് സരസ്വതി ദേവിക്ക് ജ്ഞാനം എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ഭാഗം കൊടുത്തിരിക്കണം അമ്മയ്ക്ക്. ഒരു വ്യക്തി ജ്ഞാനത്തിൽ ഊന്നിയാൽ മാത്രമേ ആ ഒരു എന്താ പറയാ നല്ല ഭാഷണങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ വ്യർത്ഥ ഭാഷണങ്ങൾ ചെയ്യാത്ത ആളുകളെയാണ് നമ്മൾ ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനിയും ചിദ്രൂപിണിയും ജഗജ്ജനനിയുമായിരിക്കുന്ന പരാശക്തിയുടെ സ്വരമാധുരി സരസ്വതി ദേവിയുടെ വീണാനാദത്തെക്കാൾ മോഹനമാണ് എന്നർത്ഥം. അപ്പൊ ആമയുടെ ഉദാഹരണം ധ്യാനാവസ്ഥമായിരിക്കുന്ന ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. ചുറ്റുപാടുകളെ നിരീക്ഷിച്ച ആമയേക്കാൾ ചടുലതയോടുകൂടി തന്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് ആഴ്ത്തി മൗനമായിട്ട് ധ്യാനിക്കുകയാണ് ആ വ്യക്തി. കുണ്ടലിനി സാധനയിലൂടെ ചുറ്റുപാടുകളിൽ വശംവദമാകുന്ന മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണമെന്നർത്ഥം. മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ്. ആ ഒരു ധ്വജസ്തംഭത്തിന്റെ താഴെ കൂർമ്മ പ്രതിഷ്ഠയാണ്, ഊർജത്തിന്റെ പ്രതീകമാണത്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ തത്വം വളരെ പ്രധാനമാണ്. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാകുന്ന വാക്പാണി പായു ഉപസ്ഥം ആമയെ പോലെ സദാ നിയന്ത്രിതമായിരിക്കണം. ശിരസ് താഴ്ത്തി മൗനമായിട്ട് വേണം ദേവതാ ദർശനം ചെയ്യാൻ. ഉള്ളിൽ എപ്പോഴും മന്ത്രജപം ഏകാഗ്രത വളർത്തും.
അന്തർമുഖമായിരിക്കുന്ന മനസ്സിന് മാത്രമേ ഊർജപ്രവാഹത്തെ നിലനിർത്താൻ സാധ്യമാകൂ. അപ്പോ ദേവിയുടെ ആ ഒരു എന്താ പറയാ ഒരു നാമം എന്തൊക്കെ അർത്ഥങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു സാധകൻ എങ്ങനെയായിരിക്കണം, ഒരു ദേവി ഉപാസകൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോ നിജ സല്ലാപ മാധുര്യ വിനിർഭർച്ചിത കശ്യപി എന്ന് പറയുന്ന ഈ ഒരൊറ്റ നാമം കൊണ്ട് തന്നെ നമ്മുടെ സംഭാഷണത്തിന്റെ പരാപശ്യന്ത മധ്യമ വൈഖരി എന്ന് പറയുന്ന ആ ഒരു തലത്തില് ആ ഒരു മൗനത്തിനുള്ള പ്രാധാന്യം എല്ലാം തന്നെ ഒരു സാധകന് പറഞ്ഞു കൊടുക്കണു വശന്യാദി ദേവതകൾ. അടുത്ത നാമം മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. അപ്പോ ഈ ഒരു നാമം, അതായത് പ്രകടശക്തി, അതായത് ദേവി നിശ്ചല ശക്തി എന്ന് പറയുന്ന ശിവനില് പ്രകടശക്തിയായിരിക്കുന്നു എന്നുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. മജ്ജത്ത് എന്ന് പറഞ്ഞാൽ മുഴുകിയ, തന്റെ മന്ദസ്മിതത്തിന്റെ പ്രഭാപൂരം കൊണ്ട് കാമേശ്വരന്റെ, അതായത് ശിവന്റെ മനസ്സിനെ മുഴുകിച്ചവൾ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങള്, കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ ആഗ്രഹസിദ്ധിക്ക് അധീശൻ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നവൻ. അപ്പോ നമ്മള് എന്താ പറയാ, 28ാമത്തെ നാമം പല്ലുകൾ പുറത്തു കാണിക്കാതെ പുഞ്ചിരിയിൽ ആ ലാവണ്യ പ്രവാഹത്തിൽ കാമേശ്വരന്റെ മനസ്സിനെ മുക്കിക്കളയുന്നവൾ എന്ന് നമുക്ക് എടുക്കാം അർത്ഥം. അപ്പൊ കാമേശ്വരനാകട്ടെ അതില് മുങ്ങി താഴുന്നതാണ് ആനന്ദം. പുഞ്ചിരിയില് ഈ ആനന്ദമാണെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന ആനന്ദം എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എന്താ പറയാ, കുറച്ചുകൂടെ നമ്മൾ ഉള്ളിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ കാമകലയില് കാമം എന്നാല് ബിന്ദു, കല എന്നാല് ആ ഒരു സോമസൂര്യാഗ്നി അല്ലെ. ബിന്ദു അഹങ്കാര സൂചകമാണ്, കാമ കല രണ്ടും കൂടെ ചേർന്നതാണ് കാമകല എന്ന് പറയുന്നത്. ഈ കാമേശ്വര പദത്തിന് രാജരാജേശ്വരൻ എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ആ ഒരു ചിതഗ്നി കൊണ്ട് സംഭൂതയായിരിക്കുന്ന ദേവി ശ്രീ മഹാരാജ്ഞിയും രാജരാജേശ്വരിയും കാമേശ്വരിയുമാണ് അല്ലെ. ദേവി തന്റെ കയ്യിലെ മാല ചുഴറ്റിയപ്പോൾ ഈ ഒരു കാമേശ്വരന്റെ കഴുത്തിലാണ് വീണതെന്നും ലളിതോപാഖ്യാനം പറയുന്നുണ്ട്. അപ്പൊ ജഡം എന്ന് പറഞ്ഞാല് ആ ഒരു ജഡ, ആനത്തോല് അല്ലെങ്കിൽ ദിഗംബരനായിട്ട് ആനത്തോല് ധരിച്ച് ആ ഒരു നാഗഭൂഷിതനായിട്ട് ശ്മശാന ഭസ്മം പൂശിയ ശിവൻ ദേവിക്ക് വേണ്ടി എന്തായിട്ട് തീർന്നു? കാമേശ്വരനായിട്ട് തീർന്നു. അപ്പോ മന്ദസ്മിതത്തിന്റെ പ്രഭാപൂരത്താല് മഞ്ചത്തായിരിക്കുന്ന കാമേശ മാനസമുള്ളവൾ, മന്ദസ്മിതത്തിന്റെ പ്രഭാപൂരം കൊണ്ട് മാനസങ്ങളെ ശക്തിമത്താക്കാൻ കഴിവുള്ളവൾ, പുഞ്ചിരിയുടെ പ്രഭാവം കൊണ്ട് ഉയർന്ന ആഗ്രഹങ്ങളുടെ ഗ്രാഹ്യശക്തിയിൽ മുങ്ങിയവൾ, പതുക്കെ ഉണരുന്ന കാമങ്ങളെ മുക്കിക്കളഞ്ഞ് മഹിമാപൂർണമായി ഉയർന്ന മനസ്സുള്ളവൾ. ഇങ്ങനെ ആ ഉയർന്ന പല തലത്തിലുള്ള എന്താ പറയാ പല അർത്ഥങ്ങളും ഈ നാമത്തിന് നമുക്ക് എടുക്കാം. ഇനി താത്വികമായിട്ട് പറഞ്ഞാല് തന്റെ മന്ദസ്മിതത്തിന്റെ ഈ ഒരു എന്താ പറയാ ആ ഒരു ഈശനത്താല് ആ കാമാരിയായ ശിവന്റെ മാനസത്തെ പൂർണ്ണമായിട്ട് മുക്കിയവളെന്നും ആ മാനസത്തിൽ പൂർണ്ണമായി മുങ്ങി കുളിച്ചവളെന്ന് വേണമെങ്കിലും പറയാം. ഇപ്പൊ ലൗകിക ജീവിതത്തിന്റെ കാമഭാവനകളെയാണ് നമ്മൾ കാമദേവൻ അല്ലെ. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് കാമദേവനാണ്. അങ്ങനെയുള്ള കാമനെ എരിച്ചു കളഞ്ഞ ശിവന്റെ മനസ്സ് പരാശക്തിയായിരിക്കുന്ന ദേവിയിലാണ് മഗ്നമായിട്ടിരിക്കുന്നത്, തന്റെ പത്നിയായ പാർവതി. പാർവതിയായ വിശ്വ ചൈതന്യത്തിൽ മഗ്നമായിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. വിശ്വ ചൈതന്യം എന്ന ശക്തിയില് ഒരു മോഹവും അതിനെ വലയ്ക്കുന്നില്ല. ഇനി വ്യക്തിയിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയും എങ്ങനെയായിട്ട് തീരണം എന്നതാണ്. ദേവിയുടെ സ്ഥൂല ശരീര വർണ്ണനയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത്. മധുരമായ മന്ദഹാസമാണ് ഇവിടുത്തെ വിഷയം. പുഞ്ചിരി തൂകുന്ന വ്യക്തികള് മറ്റുള്ളവരുടെ മനസ്സിലും സന്തോഷം നിറയ്ക്കാൻ കഴിവുള്ളവരാണ്. മധുരമായ പുഞ്ചിരി എല്ലാവരെയും വശീകരിക്കണു. ക്ഷണികങ്ങളായിരിക്കുന്ന സംസാര മോഹങ്ങളെ ത്യജിച്ച് അതിൽ നിന്നുള്ള വിടുതലാണ് ദേവിയുടെ മുഖത്തെ പ്രഭയായിട്ട് ഇവിടെ കാണുന്നത്. അപ്പൊ തന്റെ ശിവജ്ഞാനമാണ് ദേവിയുടെ മുഖത്തെ പ്രസന്നതയ്ക്കുള്ള ഒരു പ്രധാന കാരണം അല്ലെ. ആ പ്രസന്നത ഉയർന്ന ഉള്ളവരെ തിരിച്ചറിയാൻ സാധിക്കും. അവിടെ ക്ഷണിക മോഹങ്ങളില്ല, മറിച്ച് വിശ്വപ്രകൃതിയിലേക്കുള്ള ശ്രദ്ധയാണ്, ആഗ്രഹമാണ്. മറ്റതൊക്കെ മനുഷ്യനെ ആ ഒരു നിരാശയിൽ ആഴ്ത്തും. അപ്പൊ ദേവി ഉപാസന എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന തലം, അതായത് യമന്റെ ചിരി, ശനിയുടെ ചിരിയൊക്കെ നിമിഷം കൊണ്ട് മുക്കിക്കളയും എന്നർത്ഥം.
അപ്പോ ഏണീ സമാനമിഴികൊണ്ടുടൻ എന്നെ നോക്കിയിട്ട് ഏണാങ്ക ശേഖര കുടുംബിനി സാദരമ്മ ക്ഷോണീതലെ നിജ ജന്തു ഗർഭപാത്രേ വീണിടുവാൻ അരുതെനിക്ക് വരയ്ക്കലമ്മേ. ഇപ്പോ ലൗകികതയെ ഭാസ്കരര് ആ ഒരു ഭസ്മമാക്കാൻ കഴിവുള്ള യമനും ശനിയും അമ്മയുടെ 7 അയലത്ത് വരില്ല എന്നർത്ഥം. എല്ലാം പരാശക്തിയായിരിക്കുന്ന ജഗദംബയുടെ ഇച്ഛയാണ് ഇവിടെ സംഭവിക്കുന്നത്. ലൗകിക മനുഷ്യർക്ക് ക്ഷണിക മോഹങ്ങൾ ഉണ്ടായാലും സാരമില്ല, അമ്മയെ ശരണാഗതി ചെയ്താല് അമ്മ തരാത്തതായിട്ട് ഒന്നുമില്ല ഈ ഭൂമിയിൽ, അല്ലെ? അമ്മയുടെ ആ ഒരു മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസായി നമ, ഈ ഒരു നാമം ജപിക്കുമ്പോ നമുക്ക് ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളല്ല, അമ്മയെ അറിയുക, അല്ലെ? അമ്മയ്ക്ക് തരാൻ പറ്റതായിട്ട് ഒന്നുമില്ല. അമ്മയെ അറിഞ്ഞാല് ഈ പ്രപഞ്ചത്തില് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്നർത്ഥം. അപ്പൊ അടുത്ത നാമം അനാകലിത സാദൃശ ചിബുക ശ്രീ വിരാജിത. 29ാമത്തെ നാമമാണ് അനാകലിത സാദൃശ ചിബുക ശ്രീ വിരാജിത. ഒരിക്കലും ആരും കണക്ക് കൂട്ടിയിട്ടില്ലാത്ത സാദൃശ്യത്തോടു കൂടിയ കീഴ്ത്താടിയുടെ സൗന്ദര്യത്താൽ ശോഭിക്കുന്നവൾ. സാദൃശ്യം കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഉപമിക്കുക. ഇപ്പൊ ചിബുകം എന്ന് പറഞ്ഞാൽ താടി, വിരാജിത എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നവൾ, ശോഭിക്കപ്പെട്ടവൾ. അനാകലിതം എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടിയിട്ടില്ലാത്ത, ആകലിതം എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടിയത്. ശ്രീ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം, അല്ലെ? വീണ്ടും ദേവിയുടെ ബാഹ്യവർണ്ണന തുടരുകയാണ് ഇവിടെ. വാഗ്ദേവതകൾക്ക് പോലും വർണ്ണിക്കാൻ സാധിക്കാത്ത അനിതര സാധാരണമായ സൗന്ദര്യമുള്ള ദേവിയുടെ ചിബുകം. ചിബുകം എന്ന് പറഞ്ഞാൽ താടി. ഇപ്പൊ ശ്രീവിദ്യ പഞ്ചദശാക്ഷരിയില് എന്താ പറയാ, ആ ഒരു പഞ്ചാക്ഷരിയില് ചിബുകം എന്ന് പറഞ്ഞാല് അത് വാഗ്ഭവ കൂടം. ഇവിടെയാണ് ഈ ആദ്യത്തെ ഇത്രയും നാമങ്ങളെ ദേവിയുടെ വാഗ്ഭവ കൂടം. നമുക്കറിയാം മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളേബര എന്നുള്ള നാമത്തില് പഞ്ചദശാക്ഷരിയുടെ 3 കൂടങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഇവിടം വരെയുള്ള നാമങ്ങള് ദേവിയുടെ വാഗ്ഭവ കൂടത്തെ കാണിക്കുന്നു. കാരണം നമ്മുടെ അടുത്തത് ഇനി ദേവിയുടെ എന്താ പറയാ, ആ ബദ്ധമാംഗല്യ സൂത്രം, അല്ലെ? മാംഗല്യ സൂത്രം മുതൽ കഴുത്ത് മുതൽ ഇടുപ്പ് വരെയുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ മധ്യകൂടം, പിന്നെയുള്ള ഭാഗത്തെ ശക്തികൂടം. അപ്പൊ ഈ മന്ത്രാക്ഷരങ്ങൾ 15 അക്ഷരമുള്ള ശ്രീവിദ്യ മന്ത്രത്തിന്റെ ആദ്യത്തെ കൂടമാണ് നമ്മളിവിടെ കണ്ടത്, അല്ലെ? അപ്പൊ അനാകലിത സാദൃശ്യത്താലുള്ള ചിമ്പുകശ്രീ കൊണ്ട് വിരാജിക്കുന്നവൾ, സാമ്യമില്ലാത്ത ചിമ്പുകശ്രീ കൊണ്ട് ആ ഒരു ഉത്തുംഗതയിൽ വിഹരിക്കുന്നവൾ എന്നൊക്കെ നമുക്ക് എടുക്കാം. ആ ഒരു അമ്മയുടെ സ്ഥൂല ശരീരത്തിലെ താടിയെല്ലിന്റെ വർണ്ണനയാണ്. ഹൃദ്യമായിട്ട് മന്ദഹസിക്കുന്ന ആരുടെയും താടിയെല്ലില് ആ ഒരു ശ്രീത്വം വളരെയധികം വർദ്ധിച്ചതായിരിക്കും. അപ്പൊ സന്തോഷത്തിൽ പുഞ്ചിരി തൂകുന്ന ദേവിയുടെ ചിബുകത്തെ ആ ഒരു ത്രികോണത്തോട് സാദൃശ്യപ്പെടുത്താം. വിലമതിക്കാനാവാത്ത ശ്രേഷ്ഠതയുള്ളതാണിത്. ഇത് ഒന്നിനോടും താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ വാക്കുകളാണ് പ്രപഞ്ചത്തിന്റെ ആധാരം. വാക്ക് ശബ്ദപ്രപഞ്ചത്തിന്റെ ആധാരമാണ്. ഏത് വാക്കും പുറത്തു വന്നു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലെത്താതിരിക്കില്ല. ഓരോ വാക്കും നമ്മൾ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാൻ. വികാരം വിചാരത്തെ ഭരിച്ചാല് വാക്കുകൾ നിഷ്പ്രഭമായി പതിച്ചു പോവുക എന്ന് നമ്മൾ ഓർക്കണം. അപ്പോ നിന്ദയോടും എന്താ പറയാ, വളരെ എന്താ പറയാ, നിന്ദയോടുകൂടി നമ്മൾ ആരോടും സംസാരിക്കാൻ പാടില്ല. എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിഷ്ഠയോടും സാധനയോടും വേണ്ടി വേണം നമ്മളെ വാക്കുകൾ പ്രയോഗിക്കാൻ. പരാശക്തിയുടെ കീഴ്ത്താടിയുടെ സൗന്ദര്യം ഉപമിക്കാൻ പറ്റാത്തതാണെന്ന് പറയണു. അത് ആന്തരിക സൗന്ദര്യത്തിന്റെ പ്രതിഫലനം കൂടിയായിട്ടാണ് പറയണത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ വലുതും ബലമേറിയതുമായിട്ടുള്ള അസ്ഥിയാണ് കീഴ്ത്താടിയല്ലെന്ന് പറയുന്നത്. മുഖത്തില് സംസാരശേഷി കൊടുക്കുന്നത് താടിയല്ലാണ്. മുഖ സൗന്ദര്യത്തിന്റെ പ്രധാന ഘടകം കൂടിയാണ് അത്. ഇപ്പൊ തലയോട്ടിയിലെ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഒരേ ഒരു എല്ല് താടിയല്ലാണ്. അപ്പൊ ഇതിനെ എപ്പോഴും തലച്ചോറ് നിയന്ത്രണത്തിന് നിർത്തുകയാണ്. ഈ നിയന്ത്രണം ഇല്ലാതാകുമ്പോഴാണ് മരണശേഷം ഒരാളുടെ വായ തുറന്നു പോകുന്നത്. നമ്മൾ കാണാറുണ്ട്, അല്ലെ? ആ ഒരു മരിച്ചവരുടെ ആ ഒരു താടിയെല്ലാം ചേർത്ത് തലയോട്ടിയുമായിട്ട് ചേർത്ത് കെട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ചിലര് പൂർണ്ണ സുഷുപ്തിയിലായിരിക്കുമ്പോഴും വായ തുറന്നു പോകാറുണ്ട്. അങ്ങനെ താടിയെല്ലിനെ നിയന്ത്രണത്തിലാക്കുമ്പോൾ നാക്കം നിയന്ത്രണത്തിലായിരിക്കും അർത്ഥം. ഭക്ഷണത്തിനാണെങ്കിലും സംസാരത്തിനാണെങ്കിലും ആ നിയന്ത്രണം നമ്മളെ ആധ്യാത്മികതയിലേക്ക് എത്തിക്കും. അത് ആധ്യാത്മികതയിൽ എത്തിക്കണം, ആരോഗ്യം പ്രദാനം ചെയ്യണം, ഇതെല്ലാം അതിന് സഹായിക്കുന്നുണ്ട്. ഇവിടെ ലൗകികതയല്ല, അലൗകികതയിലും സൗന്ദര്യമൂർത്തിയായിരിക്കുന്ന പരാശക്തിയെ അമ്മയായിട്ട് വണങ്ങുകയാണ്. ഈ നാമത്തോടുകൂടി വാഗ്ഭവ കൂട വർണ്ണന ഇവിടെ തീരുകയാണ്. വാഗ്ഭവ കൂടം എന്ന് പറഞ്ഞാല് ആ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു എന്താ പറയാ, ഐം എന്ന് പറയുന്ന ബീജം, അതിനെയാണ് നമ്മൾ വാഗ്ബീജം, അല്ലെ? പൂർണ്ണ ജ്ഞാനത്തെ കാണിക്കുന്നത്. അപ്പൊ ഇത് മുതൽ ഇനി
30 മുതൽ 38 വരെ മധ്യകൂടത്തിന്റെ വർണ്ണനയാണ്. കാമരാജകൂടം എന്ന മധ്യകൂടത്തെ അറിയപ്പെടുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിലെ സ്ഥൂല വർണ്ണന എല്ലാം തന്നെ സൂക്ഷ്മാർത്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ സൗന്ദര്യവും വ്യാപ്തിയും അപരിമേയമായിരിക്കുന്ന ഈ നാമങ്ങള് കവിത്വവും ജ്ഞാനവും ഒന്നു ചേർന്നിരിക്കുകയാണ്. പശിനി തുടങ്ങിയ ദേവതമാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള നാമങ്ങൾ രചിക്കാൻ സാധ്യമാകൂ. സുകൃതം ചെയ്തത് കൊണ്ടാണ് നമുക്കും ഇത് പഠിക്കാനും ഇത് ചൊല്ലാനും സാധിക്കുന്നത്. അപ്പോ ഓം അനാഗരിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിതായേ നമ. ഇത് നമ്മൾ ദേവിയുടെ വാഗ്ഭവ കൂടത്തെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത നാമത്തിലോട്ട് പ്രവേശിക്കുകയാണ്. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധരായേ നമ. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര. കാമേശബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ധര. അപ്പോ കാമേശൻ എന്ന് പറഞ്ഞാൽ ശിവൻ അല്ലെ. ബദ്ധം ബന്ധിച്ച, മംഗല്യസൂത്രം താലിയും ചരടും, കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്ത്. ശിവൻ കെട്ടിയ മാംഗല്യ ചരടുകൾ ശോഭിക്കുന്ന കഴുത്തുള്ളവൾ അല്ലെ. അപ്പോ പഞ്ചമുഖൻ ഇല്ലേ, അമൂല ശിവനെയാണ് നമ്മള് പരബ്രഹ്മം ഇല്ലേ. പരബ്രഹ്മമായിരിക്കുന്ന ശിവന് 5 മുഖങ്ങളുണ്ടെന്ന് പറയണു. ഹിമവാന്റെ മകളായിരിക്കുന്ന പാർവതി. അപ്പൊ ആദിയോഗിയാണ് ശ്രീ പരമേശ്വരൻ അല്ലെ. കേദാറിലാണ് വസിച്ചതെന്ന് പറയണു. അപ്പൊ ഭഗവാൻ ശരിക്കും പറഞ്ഞാല് ഭഗവാന്റെ ആ ഒരു മംഗല്യ സൂത്രം പതിച്ച ആ ഒരു എന്താ പറയാ കഴുത്തോട് കൂടിയവൾ, വളരെ മനോഹരമായിരിക്കുന്ന ദേവിയുടെ മംഗല്യ താലി അല്ലെ. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ദേവിയുടെ താലി നോക്കി തൊഴാറുണ്ട്. കാരണം ദേവി ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് വന്നപ്പോ തന്നെ ആ ഒരു കാമേശബദ്ധമാംഗല്യ സൂത്രത്തോടു കൂടിയാണ് വന്നതെന്ന് പറയുന്നുണ്ട്. വിവാഹ സമയത്ത് കാമേശ്വരനാൽ ബദ്ധമായിരിക്കുന്ന ആ ഒരു എന്താ പറയുക സൗഭാഗ്യ ആഭരണം, അതിനെയാണ് മംഗല്യ സൂത്രം എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ കഴുത്ത് ശോഭിക്കുന്നത് എന്താണ്? അമ്മ നിത്യ സുമംഗലിയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ചിദഗ്നി കുണ്ടത്തിൽ നിന്ന് വന്നപ്പോഴേ അമ്മയുടെ കഴുത്തിൽ മംഗല്യ സൂത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കാരണം ശിവാഭിന്നയാണ് ദേവി. ദേവിയും ശിവനെയും ഒരിക്കലും നമുക്ക് ഭിന്നമായിട്ട് കാണാനോ ചിന്തിക്കാനോ പോലും സാധ്യമല്ല. നിത്യ സുമംഗലിയായിരിക്കുന്ന ദേവി. പക്ഷെ നമ്മൾ വിവാഹ സമയത്ത് കാമേശ്വരൻ, നമ്മളെ ഈ ചിദഗ്നി കുണ്ടത്തിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു വ്യാവഹാരിക തലത്തിലാണ് നമ്മൾ പറയുന്നത് കാമേശ്വരനാൽ ബന്ധിക്കപ്പെട്ട സൗഭാഗ്യ ആഭരണമായിരിക്കുന്ന മംഗല്യ സൂത്രം ദേവിയുടെ കഴുത്തിന് പൂർണ്ണമായിരിക്കുന്ന ഐശ്വര്യം, മംഗളത്തെ കൊടുക്കുന്നു. അപ്പൊ സദാ തിരുമംഗല്യത്തോട് ശോഭിക്കുന്നു എന്നർത്ഥം. സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് ചിത് അഗ്നിയിൽ നിന്ന് ജനിക്കുന്നവൾ തന്റെ കഴുത്തിൽ താലിയായിട്ടാണ് വരുന്നത്. ഹരനേത്രാഗ്നി സംതപ്ത കാമസജ്ജീവന ഔഷധി. ദേവിയെ കണ്ട ഉടനെ തന്നെ ശിവന് മാത്രമേ കാണാവുന്ന താലി എന്നർത്ഥം. തനിക്ക് എന്താ പറയാ കാമേശ ലബ്ധി ഉണ്ടാകാനായിട്ട് കാമനെ പുനരുജ്ജീവിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ കാമനെ ഈശൻ മിത്രമാക്കി. അങ്ങനെ ശിവകാമേശ്വരനാൽ അണിയിക്കപ്പെട്ട താലി ലോകത്തിന് മുഴുവനും മംഗളത്തെ കൊടുക്കുന്നു. അമ്മയുടെ താലിയെ സ്മരിച്ചാൽ പോലും അല്ലെ സുമംഗലികൾക്ക് ആ ദീർഘമംഗല്യവും വിവാഹം കഴിയാത്ത കുട്ടികൾക്ക് ആ ഒരു മംഗല്യവും കൊടുക്കുന്നു എന്നർത്ഥം. ഈ ഫലം ആദ്യം അനുഭവിച്ചത് കാമനും രതിയുമാണ്. പ്രപഞ്ചത്തിലെ മംഗളം, അതായത് ജൈവ ആ ഒരു വംശവൃദ്ധി എന്നിവയ്ക്കായിട്ട് ദേവി ശിവന്റെ അനുഗ്രഹത്തോടുകൂടി കാമനും രതിയും പ്രവർത്തിക്കുന്നു. അപ്പോ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു നാമമാണ് ഈ കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധര. കാരണം കാമേശനാൽ ബന്ധിക്കപ്പെട്ട ആ ഒരു സൂത്രം കൊണ്ട് ശോഭിതമായ കന്ധരമുള്ളവൾ. അപ്പൊ കാമേശനാൽ നിർദ്ദേശിക്കപ്പെട്ട അനുകൂല മാർഗങ്ങളിലൂടെ ശോഭിക്കപ്പെട്ട മസ്തകമുള്ളവൾ. കന്ധരത്തെ മംഗല്യസൂത്രത്താൽ ബന്ധിപ്പിച്ച് കാമത്തെ ആ ഈശനം ചെയ്ത് തിളങ്ങുന്നവൾ അല്ലെ. എന്തർത്ഥം വേണമെങ്കിലും നമുക്ക് എടുക്കാം. കാമേശനാൽ ബന്ധിക്കപ്പെട്ട മംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്നവൾ, ഉജ്ജ്വലമായ മേഘത്തിന്റെ ആ ഒരു കാമത്തെ ഈശനം ചെയ്ത് മംഗളകരമായ മാർഗത്തിലേക്ക് സമർപ്പിക്കുന്നവൾ, കാമേശന്റെ കഴുത്തിനെ മംഗളമായിട്ട് ആ ഒരു വിധിയാൽ ബന്ധിച്ച് ശോഭിക്കുന്നവൾ എന്നൊക്കെ ധാരാളം അർത്ഥങ്ങള് ഇതിന് നമുക്ക് എടുക്കാം. തന്റെ ലൗകികമായിരിക്കുന്ന ആ ഒരു ലൗകികതയെ ഈശനം ചെയ്യുന്നവർക്ക് വിശ്വസത്യത്തിന്റെ മാർഗങ്ങൾ മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നവൾ. ആ പ്രയാണത്തിലൂടെ അവര് ശോഭിക്കുകയാണ്. അതിൽ കന്ധരത്തിന് മേഘം എന്നുള്ള ഒരു അർത്ഥം എടുത്താൽ ഈ വിശ്വപ്രകൃതിയെ ശാസനം ചെയ്യുന്നവള്, മേഘങ്ങളെ ആജ്ഞാനുവർത്തിയായി ഭൂമിക്ക് മഴ കൊടുക്കുന്നവള് എന്നൊക്കെ നമുക്ക് വേറൊരു അർത്ഥവും എടുക്കാം. അപ്പൊ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് സൂര്യൻ ചൂടും പ്രാണശക്തിയും മേഘങ്ങളും മഴയും ഒക്കെ നൽകുന്നത്. മഴ കിട്ടാത്തപ്പോ നമ്മള്
പറയാറുണ്ട് പ്രകൃതി മാതാവ് കോപിച്ചതാണെന്നല്ലേ. അങ്ങനെ എല്ലാ കാമങ്ങളും അടക്കി പ്രകൃതി ശക്തികളെല്ലാം ദേവിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോഴാണ് അവരിലെ ശ്രീ വളങ്ങുന്നത്. ഇപ്പൊ കന്ധരം എന്നതിന് വേദഭാഷയിലെ പ്രാണനെ ധരിക്കുക എന്നൊരു അർത്ഥമുണ്ട്. കം എന്ന് പറഞ്ഞാൽ പ്രാണൻ, ശിരസ് എന്നൊക്കെ നമുക്ക് അർത്ഥമെടുക്കാം. അങ്ങനെയുള്ള കം ധരിക്കുന്നത് കൊണ്ട് ശിരസും ശരീരവും തമ്മിൽ യോജിക്കുന്ന ഭാഗമാണ് കന്ധരം. അപ്പൊ മനുഷ്യന്റെ പ്രാണൻ കഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലകൊള്ളുന്നതെന്ന് പറയണു. പ്രാണന്റെ സ്ഥാനം കഴുത്താണ്. ആ ഒരു കഴുത്തറ്റാല് യാതൊരു പ്രാണനും നിലനിൽക്കില്ല. അത് നമുക്ക് പ്രായോഗികമായിട്ട് അറിയാം. ഇപ്പൊ ശാസ്ത്രം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ട് പല പുരോഗതികൾ ഉണ്ടായിട്ട് വൃക്ക, കരള്, ഹൃദയം എല്ലാം മാറ്റിവെക്കുന്നു. ആ ഒരു എന്താ പറയാ മെഡിക്കൽ സയൻസ് ഇന്ന് അത്രയധികം പുരോഗമിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇന്നും കഴുത്ത് മാറ്റിയതായിട്ട് നമ്മൾ ഒരു കണ്ടുപിടുത്തവും കണ്ടിട്ടില്ല. എന്നാല് ഹയഗ്രീവൻ, ദക്ഷൻ എല്ലാവരും കഴുത്ത് മാറ്റിയതായിട്ടും പറയുന്നുണ്ട് പുരാണം. ശിരസ് മാറ്റിവെച്ചവരാണ് അവരെല്ലാം. അങ്ങനെ പ്രാണൻ ധരിച്ച ശരീരങ്ങളെ അതിന് അനുകൂലങ്ങളായിട്ടുള്ള വിധികളിലൂടെ നിലനിർത്തി കാമത്തെ ഈശനം ചെയ്യുന്നവളെന്ന് അർത്ഥം. കാമത്തെ ബന്ധിക്കുക എളുപ്പമല്ല. തന്റെ മനസ്സിനെ ആ രീതിയിൽ ഉപാസനയിലൂടെ നിർത്തിയ ആളിന് മാത്രമേ ഈ പറഞ്ഞ ആ ഒരു കാമ നിഗ്രഹം സാധിക്കൂ. ഇനി പാലാഴി കഥ എടുത്താല് പരമശിവന്റെ കഴുത്തിന് ലോകമംഗളത്തിലായി വിഷത്തെ ബന്ധിച്ചു നിർത്തിയവളാണ് ദേവി. ഹലാഹല വിഷം ആ വാസുകി വമിച്ചത് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാല് ആ ലൗകികതയിലുള്ള ആസക്തിയാണ്. എന്താണ് ഹലാഹല വിഷം? ഈ ലൗകികമായിരിക്കുന്ന വിഷയങ്ങളിലോടുള്ള താല്പര്യം. ശിവൻ മാത്രമാണ് നിവൃത്തി മാർഗത്തിലുള്ളത് അല്ലേ. അതുകൊണ്ട് അകത്തോട്ടും പുറത്തോട്ടും പോകാതെ ദേവി കണ്ഠത്തിൽ ബന്ധിച്ചു നിർത്തി. ലോക നന്മയ്ക്കായിട്ടാണ് അമ്മ ഇത് ചെയ്തത്. ആ ലൗകിക ആസക്തിയെ ഉണക്കിക്കളയുകയാണ് ജഗദംബിക. തന്റെ കരം കൊണ്ടാണ് ദേവി അത് ചെയ്യുന്നത്. കരം എന്ന് പറഞ്ഞാല് പ്രവൃത്തിയെ കാണിക്കുന്നു. അപ്പൊ പ്രവൃത്തി കൊണ്ട് ലൗകികതയെ നശിപ്പിക്കുന്നു എന്ന് പറയാം. ഭക്തിയിൽ നോക്കിയാല് കാമേശ്വരനാൽ ചാർത്തപ്പെട്ട മംഗല്യ താലി കൊണ്ട് അല്ലെങ്കിൽ മംഗല്യ സൂത്രത്താൽ ശോഭിക്കുന്ന കഴുത്തോട് കൂടിയവൾ. അമ്മയുടെ താലി ചാർത്തിയത് ആ ഒരു കാമാരിയായ ജഗത് പിതാവായിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനാണ്. അങ്ങനെയുള്ള പതി ചാർത്തിയ താലിയോടുകൂടിയാണ് ദേവി വന്നിരിക്കുന്നത്. താലിക്കേറെ പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ അല്ലെ. അഗ്നി സാക്ഷിയായിട്ട് കന്ധരത്തിൽ ചാർത്തുന്നതിനെയാണ് നമ്മൾ താലി എന്ന് പറയുന്നത്. സ്ത്രീയുടെ ജീവന്റെ പരിരക്ഷ പുരുഷന്റെ ധാർമ്മികമായിട്ടുള്ള പരിരക്ഷ സ്ത്രീയും ചെയ്യണമെന്നുള്ള പരസ്പര പൂർണ്ണതയുടെ തത്വമാണ് അത് കാണിക്കുന്നത്. ജീവനും പ്രവൃത്തിയും സുരക്ഷിതമായാലേ ലോകമംഗളം നടക്കുകയുള്ളൂ. ആ താലിക്ക് മംഗല്യസൂത്രം അഥവാ മംഗളം നൽകുന്ന വിധി എന്നാണ് അർത്ഥം. ഇപ്പൊ വിശ്വപ്രകൃതിയായിരിക്കുന്ന മഹായോനിയുടെ രൂപത്തിലുള്ള താലിയുടെ അഗ്രം സൃഷ്ടിയും മധ്യം സ്ഥിതിയും മുകൾ സ്ഥാനം ശിവനും സ്ഥിതി ചെയ്യുന്നു. അത് നമ്മുടെ പുരാണങ്ങളിലെല്ലാം തന്നെ ഈ സങ്കല്പം പറയുന്നുണ്ട്. ശിവം എന്നത് പരമാത്മ സ്വരൂപം, അതിൽ നിന്ന് വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവ് ഇല്ലേ. അപ്പോ ആ സങ്കല്പ പ്രകാരമാണ് മഹാവിഷ്ണുവിന്റെ നാഭിയിലുള്ള താമരയില് ബ്രഹ്മാവ് ഇരിക്കുന്ന പ്രതീകമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ പ്രകൃതിയായിരിക്കുന്ന സ്ത്രീ ആ ഒരു പ്രകൃതമായ ശിവനില് വിലയം പ്രാപിക്കുന്നു എന്നതാണ് താലികെട്ട് ചടങ്ങിന്റെ ആ തത്വമായിട്ട് നമുക്ക് എടുക്കേണ്ടത്. പ്രകൃതിയുടെ ആ പ്രകൃതിയും പ്രകൃതവും താതാത്മ്യം പ്രാപിച്ച മഹാമായ നമ്മുടെ ആ ഒരു പ്രത്യക്ഷ ഭാവം ഇല്ലേ. ഇപ്പൊ മംഗല്യ സൂത്രത്തിന്റെ പരിപാവനമായിട്ട് ആ പരിപാവനതയെ അറിഞ്ഞു വേണം അത് ധരിക്കാൻ. അപ്പോ മംഗല്യ സൂത്രം നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഏത് എന്താ പറയാ ചടങ്ങുകള് എല്ലാത്തിനും അതിന്റെ പുറകിൽ ഒരു തത്വമുണ്ട് അല്ലെ. അപ്പൊ ദേവി ഇപ്പൊ ഈ ഒരു മംഗല്യ താലി അണിഞ്ഞിരിക്കുന്ന ദേവിക്ക് പോലും അത് മംഗല്യ സൂത്രം എന്ന് പറയുന്നത് മംഗളമായിരിക്കുന്നതാണെങ്കിൽ ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ച് ആ മംഗല്യ സൂത്രം അണിയിക്കുന്നവൾ ആള് തന്റെ പതി അല്ലെ പരമേശ്വരന് തുല്യമായിട്ടാണ് പണ്ട് കാലത്തും ഇന്നും ആ ഒരു പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ദേവി ഉപാസകരായിരിക്കുന്ന സ്ത്രീകള് ആ ഒരു താലിയില് മഞ്ഞളും പൂവും കുങ്കുമവും ഒക്കെ വെച്ച് തന്റെ പതിയായിരിക്കുന്ന ഭർത്താവിനെ, അതായത് ആ ഒരു ലൗകികതയിൽ നോക്കണമെങ്കിൽ തന്നെ വിവാഹം ചെയ്ത ആള് അല്ലെങ്കിൽ ജീവനായിരിക്കുന്ന സ്ത്രീ ഇല്ലെ പരമമായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ശിവനില് തന്റെ ഉപാസനാ മാർഗത്തിലൂടെ തന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ശിവശക്തികള് കുണ്ടലിനി ശക്തിയായിട്ട് മൂലാധാരത്തിൽ ദേവിയും സഹസ്രാരത്തിൽ ശിവനും അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അല്ലെ. അർദ്ധനാരീശ്വര സങ്കല്പമാണ് ശരീരം എന്ന് പറയുന്നത്. ആ ശിവനെ ദേവിയെ ശിവനിൽ ചേർക്കുമ്പോൾ പൂർണ്ണമായിരിക്കുന്ന ആ പൗർണമി അല്ലെ തന്റെ ആത്മതത്വം
താൻ ഇതിനൊക്കെ അതീതമായിരിക്കുന്ന ആത്മാവാണ് താൻ എന്നുള്ള ബോധത്തില് എത്തിച്ചേരും. അപ്പൊ ഈ പറയുന്ന മംഗല്യ താലി എന്ന് പറയുന്നത് വളരെ വളരെ ഒരു ഉയർന്ന സങ്കല്പത്തെ കൊടുക്കുന്നതാണ്. അടുത്ത നാമം 31ാമത്തെ നാമമാണ് കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. അപ്പോ വളരെ ദേവിയുടെ ബാഹ്യവർണ്ണന, സ്ഥൂലമായിരിക്കുന്ന വർണ്ണന തുടരുകയാണ്. കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. അംഗതം എന്ന് പറഞ്ഞ തോൾവള, കേയൂരം കയ്യിലെ ആഭരണങ്ങള്, ഭുജം എന്ന് പറഞ്ഞ കയ്യ്, അന്വിത ചേർന്നവൾ. അപ്പൊ സ്വർണം കൊണ്ടുള്ള അംഗതവും കേയൂരവും അണിഞ്ഞവൾ എന്നർത്ഥം. അപ്പോ ദേവിയുടെ ബാഹ്യവർണ്ണനയിൽ ഇതൊക്കെ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കാരണം കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത, സ്വർണ തോൾവളയോടുകൂടിയും ദേവിയുടെ രണ്ട് കൈയിലും അംഗത കേയൂരങ്ങൾ അണിഞ്ഞ് സുന്ദരിയായിട്ട് ആ ഒരു ക്ഷാത്ര തേജസ്സോടുകൂടി ശോഭിക്കുന്നു. കാരണം ദേവി യുദ്ധദേവതയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? ആ ഒരു ഭണ്ഡാസുരനെ വധിക്കാനായിട്ട്. അപ്പൊ ഇവ ഭുജത്തെ സംരക്ഷിക്കുന്നു. ഭുജത്തെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാല് ആ ഒരു ദേവിക്ക് സംരക്ഷണം എന്താ ആരുടെ ആവശ്യമില്ല, അല്ലെ? പക്ഷെ ഈ വളകളെ ഇട്ടിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ധരിക്കുമ്പോൾ അത് ഒരു ജീവനെ എങ്ങനെയാണ് എന്താ പറയാ സംരക്ഷിക്കുന്നത്? ഇതെല്ലാം തന്നെ, ഈ ആഭരണങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളായിട്ട് കാണും. ചതുഷ്ഷഷ്ടി ഉപചാരങ്ങളിൽ ദേവിക്ക് ആ ഒരു എന്താ പറയാ ദേവിയുടെ മംഗല്യ താലി ഉൾപ്പെടെയുള്ള എല്ലാ ആഭരണങ്ങളും, അതായത് ആ പാദം മുതൽ ശിരസ് വരെയുള്ള ആഭരണങ്ങളെല്ലാം തന്നെ മന്ത്രങ്ങളാണ്, മന്ത്ര ദേവതകളാണ്. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് കവചമാണ്, പ്രൊട്ടക്ഷൻ ആണ്, അല്ലെ? അപ്പൊ കനകാംഗതങ്ങളായിരിക്കുന്ന കേയൂരങ്ങളെ കൊണ്ട് കമനീയമായിരിക്കുന്ന ഭുജങ്ങളാൽ അന്വിതയായിരിക്കുന്നവൾ. അപ്പൊ സ്വർണമയമായ തോൾവള, അല്ലെ? തോൾവളകളും ആ ഒരു എന്താ പറയാ കൈവളകളും ധരിച്ച് കമനീയമായിട്ടിരിക്കുന്നവൾ. അപ്പൊ ദാനമായി കിട്ടിയ തോൾവളകൾ ശോഭിക്കുന്ന കൈകളോട് കൂടിയവൾ. കാരണം ദേവീ സ്വരൂപത്തിന് സമസ്തവും ഭക്തര് കൊടുക്കുന്നതാണ്, അല്ലെ? ഭക്തിയും സ്നേഹവും വിശ്വാസവും കലർന്ന അത്തരം വേഷഭൂഷാദികൾക്ക് മാത്രമേ ദേവി എന്ന ജഗദംബികയ്ക്ക് പ്രിയമായിട്ടുള്ളൂ എന്നർത്ഥം. അപ്പൊ ഭൗതിക സമ്പത്തില് അതിന്റെ നിറവില് കാണാനാണ് സാധകർക്ക് ഇഷ്ടം. പക്ഷെ ആധ്യാത്മിക സത്തയില് നിറകുടമാണ് അമ്മ. അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ അർത്ഥപൂർണങ്ങളായിരിക്കുന്ന ആഭരണങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദേവിക്കുള്ള അലങ്കാര ചാർത്തുകള് മറ്റൊരു ആ ഒരു വശ്യമായിരിക്കുന്ന തത്വത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം സ്വർണമയമായിരിക്കുന്ന അംഗത്തില് ദാനത്തിന് ഉത്സുകരായിട്ടിരിക്കുന്ന ഭക്തര് നൽകുന്ന കൈവളകൾ അണിഞ്ഞവൾ. ഇപ്പൊ സ്വർണമയമായിരിക്കുന്ന ശരീരം എന്നാല് അത്യന്തം വശ്യമായ മനസ്സോട് കൂടിയവൾ എന്നർത്ഥം. ഒരു വ്യക്തിയുടെ ഏറ്റവും മൂല്യമേറിയ വസ്തു അയാളുടെ ഹൃദയമാണ്, അല്ലെ? കൂടാതെ കഴിഞ്ഞ നാമങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ദാനത്തിന്റെ മാഹാത്മ്യമാണ് പറയുന്നത്. തന്റെ ചിന്തകളും കാമനകളും അടക്കി ജ്ഞാനത്തില് തത്പരനായിട്ട് വിശ്വപ്രകൃതിയെ മാനിക്കുന്ന വ്യക്തി ദാനം ചെയ്യുന്നവനായിരിക്കും. കൈ അയച്ചുള്ള ദാനം നിർവഹിക്കുമ്പോൾ ഓരോ തവണയും കേയൂരങ്ങള് കയ്യില് അയഞ്ഞ് താഴോട്ട് വരികയും പിന്നെ അത് പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുന്നു എന്ന് ഭാവന. ദാനം എന്നത് ഭൗതിക സമ്പത്ത് മാത്രമല്ല, ആധ്യാത്മിക സമ്പത്ത് കൂടിയാണെന്ന് നമ്മൾ ഭാവിക്കണം. അപ്പോഴേ ദാനത്തിന് മഹാത്മ്യം ഉണ്ടാവൂ. കാരണം ദാനമഹാത്മ്യം സൂചിക്കുന്ന ഒരു കഥ കുചേല ശ്രീകൃഷ്ണ സംഗമ കഥയിൽ നന്നായിട്ട് വിവരിച്ചിരിക്കുന്നുണ്ട്, ഇല്ലേ? കുചേലൻ കൊണ്ടുവന്ന അവില് ഭഗവാൻ കഴിച്ചപ്പോ രുക്മിണി ആ ഒരു കയ്യിൽ കയറി പിടിച്ച കഥയാണ് നമുക്ക് അറിയുന്നത്. എന്നാൽ സത്യഭാമയാണ് കയ്യിൽ പിടിച്ചത് എന്ന പാഠഭേദമുണ്ട്. ഇപ്പൊ കൃഷ്ണന്റെ കേയൂര ശബ്ദം പല പ്രാവശ്യം ഉയർന്നപ്പോ എന്തോ ഒരു പന്തികേട് മണത്ത സത്യഭാമ അവിടേക്ക് ഓടി വന്നുവെന്നും അവില് കൊതിയോടെ വാരി വാരി തിന്നുന്ന കൃഷ്ണനെയാണ് കണ്ടതെന്നും ആ ചെന്ന് എന്താ പറയാ അരികത്ത് നിന്ന് അത് ആസ്വദിക്കുന്ന രുക്മിണി ദേവിയെ കണ്ടുവെന്നും അപ്പോ സത്യഭാമയാണ് ആ ഭഗവാന്റെ കൈ പിടിച്ചതെന്നും ഒരു പാഠഭേദത്തിൽ പറയുന്നുണ്ട്. മൂന്നാം പിടി വാരിയപ്പോ ഭയന്ന സത്യഭാമ കൈ കയറി പിടിച്ചു. എന്താ കാര്യം? ഞങ്ങൾക്ക് അല്പം തരൂ എന്ന് പറഞ്ഞാണ് കൈ പിടിച്ചതെങ്കിലും അത് രഹസ്യമായിട്ടാണ് ഭഗവാനോട് പറഞ്ഞത്. ലക്ഷ്മിക്ക് എവിടെ വേണമെങ്കിലും വസിക്കാം, അങ്ങും പോകുമല്ലോ എന്നാണ് ചോദിച്ചത്. അപ്പൊ തന്റെ കഥയോ? ഇപ്പൊ കഥയിലെ തത്വം നോക്കിയാല് രുക്മിണി ആ ഒരു ശ്രീയുടെ സത്യഭാമ ഭൂമിയുടെയും അവതാരങ്ങളാണ്, അല്ലെ? അതുകൊണ്ട് ആ ഒരു ശ്രീ എന്നതിന് ഒന്നിനും തടസ്സമാവില്ല. പക്ഷെ എവിടെ വസിക്കാനും ഒരു പ്രയാസമില്ല. എന്നാൽ ഭൂമി അങ്ങനെയല്ല, അല്ലെ? മറ്റൊരിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ സന്തുലനം കളയാൻ സാധിക്കില്ല. ഇപ്പൊ കമനീയ ഭുജങ്ങൾ, കനകാംഗത കേയൂരങ്ങളും ഉള്ള ദേവി. അത്രയും ചേർച്ചയാണ് ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ ദേവിയുടെ കരങ്ങളിൽ. ഒരിക്കലും അത്
ആർഭാടത്തിന്റെ പ്രതീകമല്ല, തന്റെ ശരീരത്തോട് ചേരാത്തതോ അല്ല. അല്ല, അപ്പൊ ആവശ്യത്തിന് മാത്രം ധരിച്ച കുലീനയായിട്ടുള്ള ഒരു കുടുംബിനിയാണ് പശുന്യാദി വാഗ്ദേവതകള് ഇവിടെ ആ ദേവിയിൽ കാണുന്നത്. അപ്പൊ എല്ലാം അതിന്റെ ആ ഒരു മിതമായിട്ടുള്ള അളവിൽ ഉണ്ടാകുമ്പോഴാണ് അതിന് ചാരുത ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ദാനമഹാത്മ്യമാണ് ഈ നാമത്തിന്റെ തത്വം എന്ന് നമുക്ക് പറയാം. അപ്പൊ അടുത്തത് ദേവിയുടെ 32ാമത്തെ നാമം ഗ്രൈവേയ ചിന്താക ലോല മുക്താഫലാന്വിത. ഇപ്പൊ രത്നഗ്രൈവേയ, രത്ന പ്ലസ് ഗ്രൈവേയ ചിന്താക ലോല മുക്താഫലാന്വിത. ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്, ഗ്രൈവേയം എന്ന് പറഞ്ഞാൽ കഴുത്തിലണിയുന്നത്, ചിന്താകം എന്ന് പറഞ്ഞ പതക്കം, ലോലം ഇളകുന്നത്, മുക്താഫലം മുത്തുകള്, അന്വിത ചേർന്നവൾ. അപ്പൊ കഴുത്തില് രത്നപതക്കങ്ങളും ഇളകുന്ന മുത്തുകളും നിറഞ്ഞ ആഭരണങ്ങളോട് കൂടിയവൾ. അപ്പൊ ദേവിയുടെ ഓരോ നാമങ്ങൾ പറയുമ്പോഴും ദേവിയുടെ ബാഹ്യമായിട്ടിരിക്കുന്ന വർണ്ണനയാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. കാരണം ബാഹ്യമായിരിക്കുന്ന വർണ്ണന കഴിഞ്ഞെങ്കിലേ ദേവിയുടെ എന്താ പറയാ സ്ഥൂലം കഴിഞ്ഞാലേ സൂക്ഷ്മത്തിലോട്ട് പോകാൻ പറ്റൂ, ഇല്ലേ? ഈ സ്ഥൂല വർണ്ണനയിൽ തന്നെ എല്ലാ മന്ത്രങ്ങളാണ്, ഇതിനെല്ലാം താത്വികമായിട്ട് ധാരാളം അർത്ഥമുണ്ട്. തത്വവിചാരത്തിൽ നമ്മളത് കാണും. ഗ്രൈവേയം എന്ന് പറഞ്ഞ കണ്ഠമാല, ചിന്താകം സ്വർണം. അപ്പൊ ദേവി തന്റെ കഴുത്തില് സ്വർണത്തില് രത്നം പതിച്ച അഡ്ഡിക എന്നൊക്കെ പറയും അതിനെ, പതക്കങ്ങള്, തൂങ്ങിക്കിടന്ന് ആടുന്ന മുത്തുമാലകള്, ഇതെല്ലാം ധരിച്ചിരിക്കുന്നു എന്ന് പറയണു. അപ്പൊ അഡ്ഡിക അല്ലെങ്കിൽ പതക്കം, മുത്തുമാല, ഇത് മൂന്നും കാണിക്കുന്നത്, എന്റെ തത്വാർത്ഥം എടുക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള ഭക്തന്മാരെയാണ് കാണിക്കുന്നത്. ഒന്നാമത്തത് ചിലരുടെ ഭക്തി, അതായത് ചിലരുടെ വായ ദേവിയെ സ്തുതിക്കും, മനസ്സ് ചഞ്ചലമായിട്ട് ആടിക്കൊണ്ടേയിരിക്കും, ദൂരെ എവിടെയെങ്കിലും പോകും. ഇവര് രത്നഗ്രൈവേക ചിന്തകർ. അവർക്ക് ദേവി എന്താ പറയാ അവർക്ക് ദേവി സ്തുതിക്കുമ്പോ വായിൽ മാത്രമേ ഉള്ളൂ, മനസ്സിലില്ല എന്നർത്ഥം. രണ്ടാമത്തെ കൂട്ടര് പതക്കം, അതായത് മധ്യതലത്തിലാണ് അവരെ നമ്മൾ കണക്കാക്കുന്നത്. ചിലപ്പോ ദേവിയിൽ ലയിച്ച്, അല്ലാത്തപ്പോ ദേവിയിൽ ആടിക്കളിച്ച്, ഇല്ലേ? അങ്ങനെയുള്ളവര്. ഇനി മൂന്നാമത്തെ കൂട്ടര് മുത്തുകളാണ്. മുക്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഉയർന്ന മുക്തി ആഗ്രഹിക്കുന്നവര്, അകത്തും പുറത്തും വ്യത്യാസമില്ലാത്തവര്. മുത്തുക്കൾ എന്ന് പറഞ്ഞാല് മനസ്സ്, വാക്ക്, കർമ്മം. അപ്പോ എന്താ പറയാ, അടുത്താണെങ്കിലും അകലെയാണെങ്കിലും ദേവിയിൽ മനസ്സ് പൂർണ്ണമായിട്ട് ലയിച്ചവര്. ഇപ്പൊ മുക്തനാണ് പൂർണ്ണ ഫലം ദേവി കൊടുക്കുന്നത്, അർഹത അനുസരിച്ചാണ് ദേവി ഫലം കൊടുക്കുന്നതെന്ന് പറയാറുണ്ട്, ഇല്ലേ? അപ്പോ ആ ഒരു രത്നഗ്രൈവേയ ചിന്താക ലോലത്തോടും ലോലമുക്ത ഫലത്തോടും അന്വിതയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ രത്നം പതിച്ച ചിന്താമണി കണ്ഠാഭരണത്തോടും ഇളകുന്ന മുത്തുമാലകളോടും അനുഗമിക്കപ്പെട്ടവൾ. ഗ്രൈവേക ചിന്താകന്മാർക്കും ലോലന്മാർക്കും ആ ഒരു മുക്തിക്ക് വാഞ്ചയുള്ളവർക്കും, അല്ലെ, യുക്തമായ രത്നഫലം ധരിച്ചവൾ, അല്ലെങ്കിൽ ഫലം കൊടുക്കുന്നവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. സമർത്ഥമായ ചഞ്ചല ചിന്തകളെയും ആ ഒരു എന്താ പറയാ ആധികളെയും കണ്ഠപാശ മുക്തമാക്കാനുള്ള ഫലപ്രാപ്തി കരസ്ഥമാക്കിയവൾ. ആധി, ദ്രവ്യം, നേട്ടം ഇവയൊക്കെ ബാധിക്കാത്ത ചിന്താമാലകളാൽ പിന്തുടരപ്പെട്ടവൾ എന്നും നമുക്ക് അർത്ഥം പറയാം. അപ്പോ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചഞ്ചല ചിത്തരാണവര്. പ്രഭാതത്തിൽ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഏതൊരു വ്യക്തിക്കും ചിന്തകൾക്കും ഉത്കണ്ഠയ്ക്കും ഒന്നും പഞ്ഞമില്ല, അല്ലെ? പക്ഷെ ആ ചിന്തകളും ആദികളും നമുക്ക് ആഭരണമായിട്ട് തീരരുത്. എന്നാലേ നമുക്ക് അവയെ ജയിക്കാൻ സാധ്യമാകൂ. എന്നാലേ ഒരു സുന്ദര ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. തന്റെ സമ്പത്തും നേട്ടങ്ങളും ആദിയിൽ ഉഴലാതെ, ആ ഒരു ചഞ്ചലത്തില് ഉഴലാതെ സംരക്ഷിക്കാൻ പ്രാപ്തയാണ് ദേവി. അപ്പൊ എന്ത് വേണം? നമുക്ക് എപ്പോഴും ഇതെല്ലാം ദേവിക്ക് സമർപ്പിക്കണം, അല്ലെ? ആദിയും ചഞ്ചലതയും ഒരു കുരങ്ങന്റെ മനസ്സുള്ള മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. അപ്പോ വാനരന് എന്താണ് അത് അറിയില്ല. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യൻ അത് മനസ്സിലാക്കണം, അതിൽ നിന്ന് വിടുതൽ നേടാൻ പ്രയത്നിക്കണം, അതിന് പരിശീലിക്കണം, അല്ലെ? ആധ്യാത്മിക സമ്പത്തും അതിന്റെ നേട്ടങ്ങളും ഭൗതികതയിൽ നിന്ന് എക്കാലവും മുക്തമായിരിക്കും. അത്തരക്കാർക്ക് രത്നാഭരണങ്ങൾ പോലെ ലോലമായിരിക്കുന്ന ഭൗതിക ആദികളിൽ നിന്ന് മുക്തി പ്രാപിച്ച വ്യക്തികളെയും നമുക്ക് വിഭാവനം ചെയ്യാം. അപ്പൊ കാമ്പുള്ള ചിന്തകളാൽ, കാമ്പുള്ള പ്രവർത്തികളാൽ അവര് നേട്ടം ഉണ്ടാക്കണമെന്നർത്ഥം. ക്ഷണികമായ ജീവിത ദുഃഖങ്ങൾ അവരെ ഏശുന്നതേയില്ല. രത്നഗ്രൈവേക ചിന്തകളിൽ നിന്നുള്ള മുക്തി കരസ്ഥമാക്കിയ വ്യക്തിയാണ് ദേവി.
ഉയർന്നതിനും താഴ്ന്നതിനും ഇടയ്ക്ക് ജീവിക്കുന്ന ആ സാധാരണക്കാരനാണ് ഗ്രൈവേയന്മാര്. ഇപ്പൊ ലോലചിന്തകര്. അങ്ങനെയുള്ളവർക്കും ആ മുമുക്ഷുക്കൾക്കും അവർക്ക് പറ്റിയ ഫലങ്ങള് കൊടുക്കുന്ന, അത് കണ്ടറിഞ്ഞു കൊടുക്കുന്നവളാണ് ദേവി. ഇപ്പൊ ഏവർക്കും സ്വീകാര്യയാണ് അമ്മ. ലോലചിന്തകർ എന്ന് പറഞ്ഞ ഭൗതികം അഥവാ ലൗകികമാണ്. അവ നിഷ്പ്രയാസം സാധിച്ചു കൊടുക്കാൻ കഴിവുള്ള അമ്മയാണ് അവിടെ ദേവി. ആദിപരാശക്തിയെ വർണ്ണിക്കുന്നത് എന്തും കൊടുക്കാൻ കഴിവുള്ളവളാണ് ഇല്ലേ. അചഞ്ചലമായ ഭക്തിയാണ് ഒരു സാധകന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ക്ഷണികമായ ആഗ്രഹപ്രാപ്തിക്കാണ് ഒരു വ്യക്തിയില് ആദ്യമായിട്ട് ഭക്തി അങ്കുരിക്കുന്നത്. പിന്നെ പിന്നെയാണ് തത്വങ്ങളിലേക്കും അലൗകികതയിലേക്കും എല്ലാം മനസ്സ് തിരിയുന്നത്. അമ്മയുടെ ആ ഒരു ബാഹ്യ സൗന്ദര്യ വർണ്ണനയാൽ കണ്ഠത്തിലെ രത്നവും മുക്തും ധരിച്ചിരിക്കുന്നവൾ. അപ്പോ ഇതില് ചിന്താകം എന്നാല് ചിന്ത അകം, എന്നാൽ ഉത്കണ്ഠകളാൽ വ്യാധിയുള്ളതെന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ ഉത്കണ്ഠ കൊണ്ട് വ്യാകുലപ്പെട്ടവര് അല്ലെ. അപ്പൊ അമ്മ ധരിച്ചിരിക്കുന്ന മുത്തുകൾക്ക് പോലും ശീതളിമ പകരുന്നത് അമ്മയാണ് എന്നർത്ഥം. അപ്പൊ മുത്തുകൾക്ക് വേറെ പണിയില്ല. കാരണം അവര് ആലോചിച്ചാണ് ഉത്കണ്ഠാകുലരായിട്ടിരിക്കുന്നത്. അതായത് അമ്മ ധരിച്ചത് കൊണ്ട് മാലയ്ക്ക് അമ്മയാണ് അഴക് കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ പൂർണ്ണത കൊണ്ട് ആ ഒരു പരിപൂർണമായിട്ടുള്ള വ്യക്തിയായിരിക്കുന്ന അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ പുണ്യമാണ്. രത്നങ്ങളുടെ ഉത്ഭവത്തിന്റെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. പാർവതി ദേവിയെ സംബന്ധിച്ചതാണത്. ഒരിക്കലും ശിവപാർവതിമാര് തങ്ങളിൽ ആർക്കാണ് നൃത്തത്തിൽ പ്രാഗൽഭ്യം എന്ന് തെളിയിക്കാൻ ഒരു മത്സരം ആരംഭിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആനന്ദ താണ്ഡവും ലാസ്യവും ചേരുമ്പോഴാണ് നൃത്തത്തിന് മനോഹാരിത ഉണ്ടാകുന്നതെന്ന്. ആരായിരിക്കുന്ന തങ്ങള് തന്നെയാണ് ആ ഒരു നൃത്തം എന്നറിഞ്ഞത്. അങ്ങനെ അവര് സർവവും മറന്ന് നൃത്തമാടാൻ ആരംഭിച്ചു. നൃത്തത്തിന്റെ അവസാനം പാർവതി ദേവിയുടെ ചിലങ്കയിൽ നിന്ന് കുറച്ച് മുത്തുമണികൾ തെറിച്ചു പോവുകയും പ്രപഞ്ചത്തിൽ ഓരോ കോണുകളിൽ പതിക്കുകയും ചെയ്തു എന്നും, ഭൂമിയിൽ പതിച്ച 9 രത്നങ്ങൾ മാത്രം സുന്ദരിമാരായിരിക്കുന്ന 9 കന്യകമാരായിട്ട് തീർന്നു എന്നും കഥ. അപ്പൊ തങ്ങളുടെ ജന്മരഹസ്യം അറിയുന്ന ആ കന്യകമാർക്ക് ഒരേ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ശിവപുത്രന്മാർക്ക് മാതാക്കളായി തീരണമെന്ന്. കാര്യമറിഞ്ഞപ്പോ നാരദ മഹർഷി പറഞ്ഞു, അത്യന്തം സാധനയുണ്ടെങ്കിലേ ശിവപദം പൂൽകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ശിവശക്തിമാരെ തപസ് അനുഷ്ഠിച്ചാൽ മാത്രമേ ആ ഒരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്നും അറിഞ്ഞ് അവര് 9 പേരും അതികഠിനമായിരിക്കുന്ന തപസ് ആരംഭിച്ചു. അത് ഫലപ്രാപ്തിയിൽ എത്തുന്ന നേരം ശിവശക്തി പ്രസാദമുണ്ടായി 9 പേര് 9 കുട്ടികൾക്ക് ജന്മം നൽകി. കാലാന്തരത്തിൽ ഈ 9 സുന്ദരിമാര് പാർവതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഭൂമിയില് നവരത്നങ്ങളായിട്ട് തീർന്നു എന്ന് കഥ. ആ കുട്ടികളെയാണ് സുബ്രഹ്മണ്യന്റെ മന്ത്രിമാരായിട്ട് തീർന്നത്. രത്നങ്ങളുടെ തപസ്സും നിഷ്ഠയും എത്ര ഉയർന്നതാണ്. അവയ്ക്ക് ആ തപസ്സിന്റെ കാലയളവനുസരിച്ചാണ് അവർക്ക് മൂല്യമേറിയതും മനുഷ്യർക്ക് പ്രിയപ്പെട്ടതായിട്ട് തീർന്നതും. ഇപ്പൊ ചിന്തകള് ഗ്രൈവേയന്മാര് എല്ലാവരും എന്താ പറയാ, എന്ത് രീതിയിലും മാറ്റാൻ പറ്റുന്നതാണ് മനുഷ്യ മനസ്സ്. അത് അമ്മയിലേക്ക് എത്തിച്ചേരുമ്പോ അത് ഉയർന്ന തലത്തിലുള്ള മുത്തുക്കള് നമുക്കറിയാം. മുത്ത് അനേക ചിപ്പിക്കുള്ളില് ആ ഒരു ചിത്രാ പൗർണമിയിൽ വീഴുന്ന ഒരു ജലത്തുള്ളി അനേക വർഷത്തെ തപസ്സിന് ശേഷമാണ് മുത്തുച്ചിപ്പിയായിട്ട് ആ ചിപ്പിക്കുള്ളിൽ നിന്ന് മുത്ത് പുറത്തു വരുന്നത്. അതുപോലെ അനേക ജന്മത്തിലെ തപസ്സിലൂടെ മാത്രമേ ഒരു ഭക്തന് ദേവിയെ ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, ആ ഒരു ദേവിയുടെ ആഭരണങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു ഭക്തന് അവന്റെ ലക്ഷ്യം എന്താണ്, ഒരിക്കലും അമ്മയിലും മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവി മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അറിഞ്ഞ് അതിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകുമെന്ന് അർത്ഥം. അടുത്ത നാമം 33-ാമത്തെ നാമം കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്തനി. ഇപ്പൊ കാമേശ്വര പ്രേമരത്ന പ്രതിപണസ്തനി. അപ്പൊ കാമേശ്വരന്റെ പ്രേമമാകുന്ന രത്നമണിക്ക് പകരം തിരികെ നൽകുന്ന സ്ഥലങ്ങൾ ഉള്ളവൾ. പ്രതിപണം എന്ന് പറഞ്ഞാൽ തിരികെ നൽകുന്ന പണം. അപ്പൊ ജഗത്തിന്റെ പോഷണമാണ് അമ്മയുടെ സ്തന്യം അഥവാ മുലപ്പാൽ എന്ന് പറയുന്നത് അല്ലെ. വാക് ചിന്തന ക്രിയായം യജ്ഞബീജം മാതൃസ്തനം. അപ്പൊ വാക്ക് ചിന്ത പ്രവൃത്തി ഇതിലെ ആ സൂക്ഷ്മ ഋതങ്ങളാണ് സൃഷ്ടിയെ നിലനിർത്തുന്നത്. ആ യജ്ഞബീജം നിറഞ്ഞതാണ് ദേവിയുടെ സ്തനങ്ങൾ. ഋതം എന്ന് പറഞ്ഞാല് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള പ്രകൃതി നിയമങ്ങൾ. അപ്പോ കാമേശ്വരന്റെ പ്രേമമാകുന്ന രത്നത്തിന് പകരമായിട്ട് ദേവി തന്റെ സ്തനങ്ങളെ സമർപ്പിച്ചു. അപ്പോ പ്രേമം എന്ന എന്താ പറയാ,
ആ വിലമതിക്കാനാവാത്ത രത്നത്തിന് പകരമായിട്ട് തന്റെ അമൂല്യ രത്നങ്ങളാകുന്ന സ്തനങ്ങളെ പരിവൃതയായി ദേവി, ആ ഒരു പതിവ്രതയായിരിക്കുന്ന ദേവി പതിയായ കാമേശ്വരന് നൽകുന്നു. അല്ലെ, പണം കൊടുക്കുന്നു. പണം കൊടുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പണം കൊടുത്ത് വാങ്ങാവുന്നതാണോ പ്രേമം? അല്ല. ഇപ്പൊ കാമേശ്വരന്റെ പ്രേമവും ദേവിയുടെ സ്തനങ്ങളും അമൂല്യമായിട്ടുള്ള രത്നമാണ് എന്നർത്ഥം. കാമേശ്വരന്റെ പ്രേമമാകുന്ന മണിക്ക് പ്രതിമണമായിട്ടുള്ള സ്ഥലമുള്ളവൾ എന്നർത്ഥം പറഞ്ഞാൽ ആ ഒരു ശിവന്റെ പ്രേമരത്നമാകുന്ന മാണിക്യത്തിന്റെ വിനിമയമായിട്ട് മാറിടമുള്ളവൾ എന്ന അർത്ഥം എടുക്കാം. അതായത് ആത്മാവ് തന്നെയാണ് മക്കളായിട്ട് ജനിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ആത്മായെ പുത്ര നാമേതി എന്നാണ് പറയുന്നത്. കാരണം ശരിക്കും പറഞ്ഞാല് ആ ഒരു ആത്മാവ് തന്നെയാണ് പുത്രനായിട്ട് വരുന്നത്. അച്ഛൻ മകനായിട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ ആത്മാവാണ് മക്കൾ എന്നർത്ഥം. അപ്പൊ ശിവം എന്നത് പരമാത്മാവാണ് അല്ലേ? ആ പരമാത്മാവിന്റെ സ്നേഹമാകുന്ന ആ മണിക്ക് പകരമായിട്ട് ജഗത്തിലെ സൃഷ്ടികളെ രൂപപ്പെടുത്താൻ അമ്മയുടെ ഭാവത്തിലിരിക്കുന്ന വിശ്വപ്രകൃതിയാണ് ഈ ജഗത് ജനനിയായിരിക്കണ മാതാവ്. ഈ നാമം നമുക്ക് അങ്ങനെയും എടുക്കാം. ജഗദംബിയുടെ മാറിടം എന്നത് സമർത്ഥമായ ദയ, സ്നേഹം അത് കൈമാറാനുള്ള പ്രാപ്തിയുള്ളവൾ. ഇപ്പൊ നീർത്തുള്ളി പോലെ സ്നേഹം കൈമാറുന്നവൾ, ജലം പോലെയുള്ള സ്നേഹത്തെ കെട്ടിനിർത്തി നീർത്തുള്ളി പോലെ തന്റെ മക്കൾക്ക് കൊടുക്കുന്നവൾ. ഇപ്പൊ കാമേശ്വരന്റെ സ്നേഹത്തിന് പകരമായി സ്നേഹത്തിന്റെ ഉറവിടമായിട്ടുള്ളവൾ എന്നൊക്കെ നമുക്ക് നിരവധി അർത്ഥങ്ങൾ ഇതിനെടുക്കാം. ഇത്തരം ദേവിയുടെ സ്ഥലങ്ങളെ കുറിച്ച് പരാമർശങ്ങള് ചില വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവിടെ കാമേശ്വരനായിരിക്കുന്ന പിതാവിന്റെ സ്നേഹത്തിന് പകരമായിട്ട് അർപ്പിച്ച രത്നമാണ് അല്ലെ അമ്മയുടെ സ്ഥലങ്ങളെന്ന് കാണണം. കാരണം ശിവശക്തി സമന്വയമാണ് ആധ്യാത്മികതയില് ഈ പ്രപഞ്ച സങ്കല്പം തന്നെ. ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരുന്നത് നമ്മുടെ മാറ്റർ ആൻഡ് എനർജി എന്നൊക്കെ പറയുന്നത് മാറ്റർ ശിവനും എനർജി ദേവിയും. അപ്പൊ എവിടെ നിന്നാണ് ഇത് വരുന്നത്? മാറ്ററും എനർജിയും എല്ലാം ശിവശക്തി ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശൂന്യത എന്ന് പറയുന്ന പൂർണ്ണം, അവിടെ നിന്നാണ് ഇതെല്ലാം വരുന്നത് അല്ലെ? ആഗ്രഹം എന്ന് പറയുന്ന ആദ്യത്തെ സ്പന്ദനം, ആ സ്പന്ദനത്തിലൂടെ എനർജി ഉണ്ടായി, ആ എനർജി പുറത്തേക്ക് വരുന്നു, അതിനെ ശക്തി എന്നും ആ ഒരു ദേവി ശിവന്റെ വപുസ്, അതായത് ശിവന്റെ ശരീരത്തെ ഈ പ്രപഞ്ച ശരീരമാക്കി മാറ്റുന്നു പഞ്ചഭൂതങ്ങളിലൂടെ, പഞ്ചതത്വങ്ങളിലൂടെ. അപ്പൊ അതിലെ ഓരോന്നിന്റെ അമ്മയാണ് ദേവി അല്ലെ? അപ്പൊ തന്റെ കുഞ്ഞുങ്ങളെയാണ് അമ്മ പരിപാലിക്കുന്നത്. ഒരു മനുഷ്യന് അമ്മയായിട്ട് തന്റെ പ്രാണദാതാവായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പുരുഷനായിട്ടും സ്ത്രീയായിട്ടും ഇരിക്കുന്ന വ്യക്തി, ആ ഒരു വ്യക്തിത്വങ്ങള് കാമേശ്വരൻ തന്നെയാണ്. അപ്പൊ ആ കാമേശ്വരൻ തന്നെയാണ് പ്രകൃതിയായ കാമേശ്വരിയും. അതുകൊണ്ടാണ് ആ ഒരു ശിവാഭിന്നയാണ് ദേവി എന്ന് പറയാൻ കാരണം. ആകുലതകളും വ്യഥകളും ഇല്ലാതെയാണ് ഒരമ്മ തന്റെ സ്തന്യം ദാനമായിട്ട് കൊടുത്ത ഒരു ജീവനെ നിലനിർത്തുന്നത്. തന്റെ സ്നേഹവും ദയയും, ഇതിനെയാണ് നമ്മൾ മാതൃവാത്സല്യം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എന്ത് കൊടുത്തും ആ ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആ മാതൃഭാവത്തിലായിരിക്കണം കൊടുക്കേണ്ടതെന്ന് അർത്ഥം. നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന ഹൃദയവും ആ ജീവാത്മാവായിരിക്കുന്ന വലതുവശത്തെ ഹൃദയവും മാറിന്റെ മധ്യത്തിലാണ്. ഒരു മാതൃഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹം, കരുണ, ഈ വികാരങ്ങൾ കൊണ്ട് സദാ നിറഞ്ഞിരിക്കും. ഒരു സ്ത്രീയുടെ ഉത്തമ ഭാവം അവളിലെ അമ്മ എന്ന് പറയുന്ന മാതൃത്വമാണ്. അപ്പൊ തന്റെ സ്തന്യം കൊടുത്ത് വളർത്തുന്ന കുഞ്ഞിന് ആഹാരം മാത്രമല്ല, ആർദ്ര വികാരങ്ങളും ഊട്ടിയാണ് വളർത്തുന്നത് ഒരമ്മ. അപ്പൊ ഇവിടെ അമ്മ ഭാവത്തിൽ ദാനം ചെയ്യുന്നതിന്റെ മഹനീയതയാണ് എടുത്തു കാണിക്കുന്നത്. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ട ആർദ്ര വികാരങ്ങൾ നിറച്ചതാണ് ഒരു അമ്മയുടെ ഹൃദയം. ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സമൂഹ ജീവിയാണ് അല്ലെ? അവനും അവന്റെ കുടുംബത്തിനും തണൽ വൃക്ഷമാകാൻ ഈ വികാരങ്ങൾ അവനെ പ്രാപ്തരാക്കും. അപ്പോ ജലം പോലെ ആ ഒരു എന്താ പറയാ ഒഴുകണം ദയ, അല്ലെങ്കിൽ ആ ദയ എന്ന് പറയുന്ന ഒരു നദി, അതാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. ഈശ്വരന്റെ കരുണ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ആരുടെയാണ്? ചിന്തിച്ച ശിവശക്തികളുടെ തന്നെയാണ് അല്ലെ? ശിവന്റെയാണ് എല്ലാം. അമ്മ പ്രകൃതി സ്വരൂപിണിയായിട്ടിരിക്കുന്നു. അപ്പൊ ശിവൻ പ്രകൃതിയായി ശക്തിയോട് ചേരുമ്പോ ആ ജീവന്റെ ഉറവിടമായിരിക്കുന്നു. ആ ജലത്തിന്റെ പ്രാധാന്യം എന്നാൽ ജലത്തിലാണ് ജീവന്റെ ഉൽപ്പത്തി. അപ്പൊ ജീവൻ ആദ്യമായി ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ജലത്തിലാണ്. അപ്പൊ ജലം ആണ് വളർന്നതും ആ ഒരു തളർത്തുന്നതും എല്ലാം തന്നെ. അപ്പൊ മാതാവിനെ അറിയണമെങ്കിൽ ഈ നാമം നമ്മൾ ജപിച്ചാൽ മതി. ഓ കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനീ നമ. അപ്പൊ ദേവിയുടെ ഈ ഒരു ഭാവം എന്ന് പറയുന്നത് ജഗജ്ജനനിയായിരിക്കുന്ന അമ്മയുടെ പൂർണ്ണമായിരിക്കുന്ന ഭാവത്തെയാണ് കാണിക്കുന്നത്. അടുത്ത നാമം 34-ാമത്തെ നാമമാണ് നാഭ്യാലവാല രോമാളി ലതാബല കുജദ്വയി. അപ്പൊ നാഭ്യ ആലവാല രോമാളി ലതാബല കുജദ്വയി. അപ്പൊ നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിൾക്കുഴി,
ആലവാലം അല്ലെ, തടം. രോമാളി എന്ന് പറഞ്ഞാൽ രോമക്കൂട്ടം, രോമാളി ലത എന്ന് പറഞ്ഞ രോമക്കൂട്ടമാകുന്ന വള്ളി, ഫലം എന്ന് പറഞ്ഞാല് കായ്, കുജം എന്ന് പറഞ്ഞാല് കുജം, മാറ് അല്ലെ. ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട്. അപ്പൊ നാഭിയാകുന്ന തടത്തിൽ നിന്ന് മേൽപോട്ട് ഉയർന്ന് വളർന്ന രോമങ്ങളാകുന്ന വള്ളിയിലുള്ള കായ്കളാണെന്ന് തോന്നുന്ന രണ്ട് സ്തനങ്ങളോട് കൂടിയവൾ. ഇപ്പൊ നാഭിയിൽ നിന്നുള്ള രണ്ട് രോമരേഖകള് സ്തനങ്ങൾക്ക് താഴെയാണ് തീരുന്നത്. ദേവിയുടെ നാഭി എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ദേവിയുടെ രോമരേഖ എന്ന് പറഞ്ഞാൽ സസ്യജാലം. ദേവിയുടെ സ്തനങ്ങള് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെ പോഷണ ബിംബം. നമ്മുടെ പ്രകൃതി ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിശ്വേശ്വരിയായിരിക്കുന്ന ദേവി അല്ലെ. അപ്പോ നാഭി എന്ന് പറഞ്ഞാല് ആ ഒരു വിത്ത് തടത്തിൽ നിന്നും ആ ഒരു മുള മുളച്ച് മുകളിലോട്ട് വളർന്നു പോകുന്ന രോമാവലി. അത് ലത പോലെയും അതിന് മുകളിലെ കുജങ്ങൾ പഴങ്ങൾ പോലെയും കാണപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പം ആ ഒരു നാഭിയായ ആ ആ ആലവാലത്തിലുള്ള രോമത്തിന്റെ അളിയുടെ ഫലം പോലെ കുജദ്വയത്തോട് കൂടിയവൾ. അപ്പൊ കഴിഞ്ഞ നാമത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത്. ഹൃദയസ്ഥാനത്തെ ഒന്നുകൂടി നമ്മൾ എടുത്തു പറയുന്നതായിട്ട് പറയാം. കാരണം നാഭിയാകുന്ന ആ വൃക്ഷതടത്തിൽ നിന്ന് ഉയരുന്ന വള്ളിയാകുന്ന രോമരാജിയിലെ രണ്ട് ഫലങ്ങൾ എന്നുള്ള അർത്ഥം എടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ സ്ഥൂല രൂപത്തിലെ രണ്ട് സ്ഥാനങ്ങളും സൂക്ഷ്മത്തിലെ ധർമ്മം അധർമ്മമാണെന്ന് നമുക്ക് പറയാം. ദാനം ചെയ്യുന്ന ഹൃദയത്തില് ധർമാധർമ്മങ്ങളെ കുറിച്ചുള്ള അവബോധം ആ ഒരു അത്യാവശ്യമാണ്. അർഹതയും ആവശ്യവും നോക്കി വേണം ദാനം ചെയ്യാൻ അല്ലെ. ഇവിടെ പ്രകൃതിയായിരിക്കുന്ന ദേവി, വിശ്വപ്രകൃതിയായിരിക്കുന്ന അമ്മ അല്ലെ. ഇപ്പൊ ദേവി അമ്മയുടെ ആ ഒരു സ്ഥൂല ഭാവത്തെയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. പ്രാണനെ രയി എന്നാണ് നമ്മൾ വേദത്തിൽ പറയുന്നത്. അപ്പൊ ഭൂമിയും പ്രാണനുമാണ്. അന്തരീക്ഷത്തിലെ ഒരു തടമാണ് പ്രപഞ്ചം. അതിൽ നിന്നുള്ള ഒരു വള്ളിയാണ്. ഇപ്പൊ സൂര്യാദി ഗ്രഹങ്ങളുടെ സങ്കല്പം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഹൃദയപ്രാന്തത്തിലെ രണ്ട് ഫലങ്ങളാണ് ഭൂമിയും പ്രാണനും എന്ന് എടുക്കണം. ഇനി ആന്തരാർത്ഥം നോക്കുകയാണെങ്കിൽ അമ്മയെയും കുഞ്ഞിനെയും നമുക്ക് കാണാം. അമ്മയാകാൻ സജ്ജമാകുന്ന ഒരു സ്ത്രീ ശരീരത്തിന്റെ മറ്റൊരു എന്താ പറയാ ലോകമാണ് അവിടെ ഉരുത്തിരിയുന്നത് അല്ലെ. അവിടെ നാഭീതലത്തിലെ രോമാളിയിൽ നിന്നുള്ള രണ്ട് ഫലങ്ങള് അമ്മയും ഗർഭസ്ഥ ശിശുവും. ഇപ്പൊ കാലമെത്തുമ്പോൾ തന്റെ ആത്മാവിനെ രണ്ടാക്കുകയാണ് അമ്മ എന്ന് പറയുന്ന പ്രകൃതി. പശുവിന്റെ അകിടിന്റെ ആകൃതിയിലായതുകൊണ്ട് ലതാഫലം എന്നതിന് ആ കോവയ്ക്ക എന്നുള്ള അർത്ഥവും പറയാം. കോവയ്ക്ക പ്രസിദ്ധിയാർജിച്ച ഒരു കഥയുണ്ട്. ആ ഒരു പറയിപെറ്റ പന്തീരുകുലത്തിലെ 11 പേരും മാതാപിതാക്കൾക്ക് ശ്രാദ്ധമൂട്ടാൻ ആ ഒരു മൂത്ത ആളായിരിക്കുന്ന അഗ്നിഹോത്രിയുടെ വീട്ടിൽ ഒത്തുകൂടുക പതിവായിരുന്നുവെന്നും ആ ഒരു രണ്ടാമത്തെ ആള് വായില്ലാ കുന്നിലപ്പനായതുകൊണ്ട് വരിക പതിവില്ല. അപ്പൊ ശ്രാദ്ധത്തിന് ശേഷം എല്ലാവരും കൂടി അദ്ദേഹത്തെ സന്ദർശിക്കും. ഇങ്ങനെ വരുമ്പോ 10 പേരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്നാണ് ചട്ടം. കാരണം ശ്രാദ്ധമൂട്ടാൻ കൊണ്ടുവരുന്നത് കൊണ്ടാണ് ആ ഒരു ശ്രാദ്ധാന്നം തയ്യാറാക്കേണ്ടത്. അപ്പൊ പാക്കനാര് അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. കാരണം പാക്കനാര് മാത്രം ബലിയിടാൻ വരുമ്പോ മാംസാഹാരമാണ് കൊണ്ടുവരുന്നത്. പിന്നെ അഗ്നിഹോത്രിയെ പേടിച്ച് പാകം ചെയ്യിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കല് ശ്രാദ്ധത്തിന് പാക്കനാര് ഒരു ഇറച്ചി വെട്ട് കടയിൽ നിന്നും ദാനമായി കിട്ടിയ ഇറച്ചിയാണ് കൊണ്ടുവന്നത്. വൈകിയാണ് വന്നതും. അപ്പൊ അന്തർജനം അകത്തു പോയി പൊതി തുറന്ന് നോക്കിയപ്പോ ഞെട്ടിപ്പോയി. ഒരു പശുവിന്റെ അകിടായിരുന്നു അത്. അവർ അതിവേഗം അതിനെ വെളിയിലുള്ള പ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. ശ്രാദ്ധം കഴിഞ്ഞ് അന്ന് എന്താ പറയാ അന്നം വിളമ്പുന്ന സമയത്ത് തന്റെ ആഹാരം ചോദിച്ചപ്പോഴാണ് അന്തർജനം കാര്യം ബോധിപ്പിക്കുന്നത്. പാക്കനാർ ഉടനെ പറഞ്ഞു, എന്നാൽ അതിപ്പോ മുളച്ച് കായ്ച്ചിട്ടുണ്ടാകും, പറിച്ച് ഉപ്പേരിയാക്കി തരൂ എന്ന് പറഞ്ഞുവെന്നും അങ്ങനെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അന്തർജനം ചെന്ന് നോക്കിയപ്പോ പാക്കനാർ പറഞ്ഞതുപോലെ ഒരു വള്ളിയും കായ്കളും കണ്ടുവെന്നും അതുവരെ അങ്ങനെ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ അത് പറിച്ച് ഉപ്പേരിയാക്കി ശ്രാദ്ധത്തിന് ഊട്ടിയെന്നും കഥ. പിന്നീടാണ് അത് സാധാരണമായത്. അപ്പോ ആ ഒരു കോവയ്ക്കയുടെ കഥയാണ് ഈ പറഞ്ഞത്. ആ ഗോവിന്ദന്റെ അകിട് കുഴിച്ചിട്ടിടത്ത് നിന്ന് കിട്ടിയ കായാണ് ഗോവയ്ക്കായി. ഗോവെന്ന് പറഞ്ഞ പശു. അപ്പൊ അതിന്റെ കായായി അതിനെയാണ് പിന്നെ കോവയ്ക്ക എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ഈ കായ് ഒരു കാലം വരെ നമ്പൂതിരി കുടുംബങ്ങളിൽ ആരും കഴിച്ചിരുന്നില്ല. ഇന്നും കോവയ്ക്ക ബലിപ്രധാനമാണ്. കോവയ്ക്ക കോഴി ഉള്ളിടത്ത് ബലി വേണ്ട എന്ന് പറയാറുണ്ട്. അപ്പോ ആ ഒരു വിറ്റാമിനുകൾ കൊണ്ടും മാംസ്യം കൊണ്ടും പൂർണ്ണമായ കോവയ്ക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പൊക്കിൾക്കൊടി മഹത്വം മാതൃത്വത്തെയാണ് കാണിക്കുന്നത്. ഈ നാമം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അല്ലേ. അടുത്തത് 35-ാമത്തെ നാമമാണ്
35ാമത്തെ നാമം ലക്ഷ്യരോമ ലതാധാര താസമുന്നേയ മധ്യമ. ലക്ഷ്യ രോമലത ആധാരത സമുന്നേയ മധ്യമ. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാണാവുന്നത്, ആധാരത എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, ചുവട്, സമുന്നയം എന്ന് പറഞ്ഞാൽ ഊഹിക്കാവുന്ന, മധ്യമ എന്ന് പറഞ്ഞാൽ അരക്കെട്ടുള്ളവൾ. അപ്പൊ കാണാവുന്ന രോമലതയ്ക്ക് അടിസ്ഥാനമായിട്ട് ചുവട്ടിലുണ്ടെന്ന് ഊഹിക്കാവുന്ന അരക്കെട്ടോട് കൂടിയവൾ. കൃശമധ്യം സൗന്ദര്യ സൂചകമായിട്ടാണ് പറയുന്നത് അല്ലെ. കൃശം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്. അപ്പൊ മെലിഞ്ഞ അരക്കെട്ട് അത്രയും കൃശമാണെന്ന് വ്യംഗ്യാർത്ഥത്തിൽ പറയുന്നു. ശ്രീചക്രത്തിലെ ബിന്ദു തന്നെയാണ് ദേവിയുടെ നാഭിയായിട്ട് പറയുന്നത്. അപ്പൊ കൃശമായ അരക്കെട്ട് സൃഷ്ടിയുടെ പ്രാരംഭത്തെയാണ് കുറിക്കുന്നത്. അപ്പൊ ഈ 35ാമത്തെ നാമം എന്ന് പറയുന്നത് ആ ഒരു ശരിക്കും പറഞ്ഞാല് ലക്ഷ്യമായ രോമലതയുടെ ആധാരം എന്നൊക്കെ പറഞ്ഞാല് രോമലതയുടെ ആധാര സ്ഥാനം അരക്കെട്ടിനെ ബഹുമാനിക്കപ്പെടേണ്ടവൾ. നമ്മൾ അമ്മയുടെ രൂപം സങ്കല്പിക്കുകയാണെങ്കിൽ അരക്കെട്ടിന് രൂപം നമ്മള് നാഭി അല്ലെ, പ്രഭവ സ്ഥാനമായിട്ട് കാണുന്നു. അപ്പൊ രോമലതയുടെ ആധാരസ്ഥാനം നോക്കിയിട്ടാണ് നമ്മൾ അരക്കെട്ടിന് രൂപം കൊടുക്കുന്നത്. അപ്പൊ മറ്റൊരു വഴിയും ഇല്ല ആധാരം തിരിച്ചറിയാനായിട്ട്. അപ്പൊ ദുർമേധസ്സില്ലാതെ കൃശഗാത്രിയായിട്ടിരിക്കുന്നവളാണ് ദേവി. ഭൂരിഭാഗവും അമ്മയുടെ മക്കൾക്ക് വേണ്ടി നിത്യം ത്യാഗം അനുഷ്ഠിക്കുന്നതാണ്. അപ്പൊ ലക്ഷ്യമാകുന്ന രോമലതയ്ക്ക് ആധാരം കൊടുത്തുകൊണ്ട് ആ ഒരു പരിഭാഗത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നവൾ. ഇപ്പൊ നാര് പോലെയുള്ള വെള്ളിച്ചെടിയെ ധരിച്ചവൾ. ഇപ്പൊ ഉചിതമായ ഉപാധിയാൽ താങ്ങി നിർത്തിക്കൊണ്ടുവരുന്നവൾ. എങ്ങനെ ആ ഒരു എന്താ പറയാ, അനേക അന്തരാർത്ഥങ്ങൾ ഇതിന് നമുക്ക് കൽപ്പിക്കാം. അപ്പൊ ലതയും രോമവും ഇവിടെ ആവർത്തിച്ചത് ലക്ഷ്യത്തിന് നിലകൊള്ളുന്നതെന്ന് കാണിക്കാനാണ്. ഏതൊരു വ്യക്തിക്കും ലക്ഷ്യത്തിലൂടെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് അല്ലെ. വ്യക്തി എപ്പോഴും ലക്ഷ്യത്തിൽ ഊന്നി വേണം ജീവിക്കാൻ. ലക്ഷ്യം നേർത്ത വള്ളിച്ചെടിയായിട്ട് ആ ഒരു ശ്രദ്ധാപൂർവമായിട്ടുള്ള പരിചരണത്തിലൂടെ മാത്രമേ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കൂ. വള്ളിച്ചെടിയെ അലക്ഷ്യമായിട്ട് വിട്ടാൽ അത് തോന്നിയ പോലെ വളർന്ന് മറ്റുള്ള ചെടികൾക്ക് നാശം വരുത്തും അല്ലെ, അല്ലെങ്കിൽ സ്വയം നശിക്കുകയോ ചെയ്യാം. വള്ളിച്ചെടിക്ക് ശക്തമായിട്ടൊരു താങ്ങാണ് ആവശ്യം. ഇപ്പൊ നമ്മുടെ ലക്ഷ്യമായിരിക്കുന്ന ലത വഴിയാണ് ആധാരമായിട്ട് വെക്കേണ്ടത്. വഴി പിഴച്ചാൽ സ്വയമേ മറ്റു ജീവനുകൾക്കും ഹാനിയായി മാറിയേക്കാം. ലക്ഷ്യലതയ്ക്കുള്ള ജലം നമ്മുടെ ജ്ഞാനം തന്നെയാണ്. വള്ളിച്ചെടിക്ക് എന്നും മിതമായിട്ടുള്ള ജലം വേണം. ഇപ്പൊ പടിപ്പടിയായ പ്രയത്നമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോ പയ്യെ തിന്ന പനയും തിന്നാം അല്ലെ. അപ്പൊ ലക്ഷ്യത്തിനായിട്ട് ആദ്യം അർഹത നേടണം, പിന്നെ ജ്ഞാനം ആർജിക്കണം, പടിപ്പടിയായിട്ട് ഉയരണം. അത്യന്തം ശോഭനമായിട്ടുള്ള അർത്ഥങ്ങളാണ് നാം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ നാമത്തിലും ഉള്ളത്. ഇപ്പൊ കുണ്ടലിനി പതുക്കെ പതുക്കെ ഉണരുന്നതിന് ശ്രദ്ധയോടുകൂടിയുള്ള കാൽവയ്പ്, അതായത് ഒരു ഉപാസനാ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പടിപ്പടിയായി മാത്രമേ നമുക്ക് ഓരോ ആധാരങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ശിവനിൽ എത്തിച്ചേരാൻ സാധ്യമാകൂ. അപ്പൊ അതിന് പരിപാകത അറിയണം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ നാമത്തിന് അർത്ഥമെടുക്കാവുന്നതാണ്. അടുത്തത് 36ാമത്തെ നാമമാണ് സ്തനഭാര ദളന്മധ്യ പട്ടബന്ധ ബലിത്രയ. സ്തനഭാര ദളന്മധ്യ പട്ടബന്ധ ബലിത്രയ. ദളത് എന്ന് പറഞ്ഞാൽ ഒടിയുന്ന, പട്ടബന്ധം എന്ന് പറഞ്ഞാൽ അരയിലെ കെട്ട് അല്ലെ, വലി എന്ന് പറഞ്ഞാൽ ഞൊറി, ത്രയം എന്ന് പറഞ്ഞാൽ 3. അപ്പൊ സ്തനങ്ങളുടെ ഭാരം കൊണ്ട് ഒടിയുമെന്ന് തോന്നുന്ന മധ്യഭാഗത്തെ കെട്ടുകളാണെന്ന് തോന്നുന്ന 3 ഞൊറികൾ ഉള്ളവൾ അല്ലെ. അപ്പോ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഇവ നമുക്ക് ആദ്യം ഗുണങ്ങളായിട്ട് എടുക്കാം. ദേവി ത്രിഗുണാത്മികയാണ് അല്ലെ. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു അല്ലെ. വലിത്രയോ ഗുണത്രയ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ഈ ഒരു അർത്ഥം, അതായത് സത്തിനെ അറിയുന്നത് സാത്വികൻ അല്ലെ. സത്തിനെ അറിയുന്നത്, സത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എന്നും ഉള്ളത്. ഇപ്പൊ സ്തനഭാരദളന്മധ്യ പട്ടബന്ധ ബലിത്രയ. അപ്പൊ ദേവിയുടെ ഒരു എന്താ പറയാ, ബാഹ്യമായിരിക്കുന്ന ആ ഒരു അർത്ഥത്തിലൂടെ തന്നെ ഈ ഒരു പൂർണ്ണമായിരിക്കുന്ന താത്വിക അർത്ഥവും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം സ്തനഭാരത്താൽ മുറിയുമോ എന്ന് തോന്നുന്ന അരക്കെട്ടിന് ദൃഢത വരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ ഉദരഭാഗത്ത് വലിത്രയം 3 രേഖകള്. അപ്പൊ നമുക്ക് നെറ്റി, കഴുത്ത്, ഉദരം, ഉത്തമ സ്ത്രീ പുരുഷന്മാർക്ക് വലിത്രയം ഉണ്ടാകുന്ന സാമുദ്രിക ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ത്രികോണം, ഇപ്പൊ ശ്രീചക്രത്തില് ത്രിവലയം എന്ന് പറയുന്നത് 43x3, അതായത് 129 ത്രികോണങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ഭൂർ ഭുവ സുർ ലോകങ്ങള്. അപ്പൊ അങ്ങനെയാണ് ആ
ലോകങ്ങൾ അടങ്ങിയതിനെയാണ് നമ്മൾ പ്രപഞ്ച ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ അങ്ങനെ കൂടെ നമ്മൾ അർത്ഥം എടുക്കുകയാണെങ്കിൽ സ്തനഭാരത്താൽ സ്തനഭാരത്താൽ ആ ഒരു ദളൻ മധ്യത്തിൽ പട്ടബന്ധത്താലുള്ള വലിത്രയങ്ങളോട് കൂടിയവൾ, പട്ടം ചാർത്തിയ ആ ഒരു പട്ട ചാർത്തിയ അരക്കെട്ടിന് മുകളിലായിട്ട് സ്തനഭാരം ആ ഒരു കൊണ്ടുള്ള 3 വരകളോട് കൂടിയവൾ, തന്റെ മക്കൾക്ക് സ്തന്യം കൊടുക്കുന്ന ഒരു അമ്മയുടെ മടക്കുകളാണ് ഇവിടെ പറയുന്നത്. ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ പരാശക്തിയുടെ മാതൃഭാവത്തെ അല്ലെ, ശ്രീ മാത്രേ നമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പൊ പ്രപഞ്ച മാതാവായിരിക്കുന്ന ദേവി എല്ലാവരെയും തന്റെ സ്നേഹമാകുന്ന പാലൂട്ടിയാണ് വളർത്തുന്നതെന്ന് അർത്ഥം. അപ്പൊ അമ്മയുടെ ആ ഒരു കലർപ്പില്ലാത്ത സ്നേഹമാണ് സാധകർ അതിലൂടെ അനുഭവിച്ചറിയുന്നത്. ഇപ്പൊ ഭക്തിതലത്തിൽ നോക്കിയാല് തന്റെ ഈ വലിത്രയങ്ങളെ പട്ടയിൽ മറച്ച് ആ ഒരു തന്റെ മക്കളെ അനുഗ്രഹിക്കാൻ ഉത്സുകയായിട്ടിരിക്കുന്നവളാണ് ദേവി. കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാതിരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് സ്തനങ്ങള് ഭാരമായിട്ട് തോന്നും ഇല്ലേ? ഇവിടെ ഭക്തരോടുള്ള അനുകമ്പയാർന്ന ആ ഒരു വിശ്വമാതാവിനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മക്കളോടുള്ള ആ ഒരു വാത്സല്യം തുളുമ്പുന്ന ഒരു സാധാരണ സ്ത്രീയെ പോലെ പരാശക്തിയും വിളങ്ങുന്നു എന്നർത്ഥം. കർത്തവ്യങ്ങളുടെ 3 മടക്കുകളായിട്ട് ബന്ധിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നവൾ. ഇപ്പൊ ചുമതല, ബന്ധനം, നിസ്സംഗത്വം 3 മടക്കുകൾ, ഇതാണ് അമ്മയുടേത്. ഇനി 3 വരകള് അഥവാ ഇതളുകള് അമ്മയുടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന പ്രപഞ്ച പ്രക്രിയകളെ ദ്യോതിപ്പിക്കുന്നു. നമ്മുടെ നമ്മുടെ ആ ഒരു തന്ത്രത്തില് 3-ന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ 3 കർത്തവ്യങ്ങള് നാടയിൽ ബന്ധിച്ചണിഞ്ഞിരിക്കണു എന്ന് പറയണം. അപ്പൊ ഈ പ്രപഞ്ച നാടകം, അതായത് ജനനം, ജീവിതം, മരണം ഇല്ല, ഇത് അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കണം. ഇതിനാണ് നമ്മൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുന്നത്. ഇപ്പൊ കടലിലെ അലകള് തീരത്തെ പുലുകി പുതിയതായിട്ട് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാ വസ്തുക്കളും ഒരുപോലെയാണ്, ജനനവും മരണവും. ദേവിയുടെ രാവിലെ എണീറ്റാൽ ചെയ്യുന്ന ആ ഭൂവന്ദനത്തില് ദേവിയെ സമുദ്രത്തെ വസ്ത്രവും ആ ഒരു പർവ്വതത്തെ സ്തനങ്ങളാക്കിയതും വിഷ്ണു ഭക്തിയോട് ഉപമിച്ചുകൊണ്ടാണ്. പാദം കൊണ്ടുള്ള സ്പർശനത്തിന് മാപ്പപേക്ഷിക്കുകയാണ് നമ്മള്. ഇപ്പൊ ഭൂമി ദേവി സമസ്ത ചരാചരങ്ങളും ഈ ദേവി തന്നെയാണെന്ന് കാണിക്കുന്നു. ഇനി 3 എന്നുള്ളത് ഭൂതം, വർത്തമാനം, ഭാവി ഇല്ലേ, 3 കാലങ്ങളായിട്ട് കാണാം. തന്റെ കർത്തവ്യങ്ങളെ കാലമാക്കി പ്രകൃതിയിൽ നിക്ഷേപിക്കുന്നവൾ. മനുഷ്യന് ബാല്യം, യൗവനം, വാർദ്ധക്യം ഇവയിലെ കർത്തവ്യങ്ങൾ വേറെയാണ്. ആരും അവരുടെ കർത്തവ്യങ്ങളിൽ നിന്ന് മുക്തരാകണില്ല. മാതൃവാത്സല്യത്തിന്റെ മഹത്വം അറിഞ്ഞു വേണം നമ്മൾ ഈ നാമത്തെ പഠിക്കാനായിട്ട്. കാരണം ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് തന്നെ പാലൂട്ടുക എന്നുള്ള മാത്രമല്ല, അവർക്ക് പൂർണ്ണമായിരിക്കുന്ന ജ്ഞാനത്തെ കൊടുക്കുക. സ്തന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അപ്പൊ നമ്മള് ദേവിയോട് പ്രാർത്ഥിക്കുന്ന കാശി വിശ്വനാഥന്റെ മുമ്പിലിരുന്ന ശങ്കരാചാര്യ സ്വാമികള് പ്രാർത്ഥിച്ചത് എന്താണ്? ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീജ പാർവതി. അപ്പൊ ജ്ഞാനവും വൈരാഗ്യവും, ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് വൈരാഗ്യം കിട്ടുള്ളൂ അല്ലെ? അപ്പൊ പൂർണ്ണമായിരിക്കുന്ന ആ ജ്ഞാന വൈരാഗ്യങ്ങള് ദേവി നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നാമത്തിൽ ഇവിടെ നിർത്താം. വീണ്ടും ദേവിയുടെ മനോഹരമായിരിക്കുന്ന സ്ഥൂല അർത്ഥങ്ങളിലൂടെ അമ്മയുടെ ആ വിശ്വപ്രകൃതിയായിരിക്കുന്ന ആ നാമങ്ങളിലൂടെ കടന്നു പോകാം. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഭക്തിയും